ഹലോ, പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തൊട്ട് മുമ്പ് നടന്ന പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മാത്സും ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒമിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്രാവശ്യത്തെ സിലബസ് അനുസരിച്ച്, അതായത് ഇലക്ട്രോണിക്സിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 230 volt 100 watt bulbs are connected in series with 230 volt supply. What will be the power consumption of each bulb? 200 watt ആണോ, 100 watt ആണോ, 50 watt ആണോ, 25 watt ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു 2 ബൾബുകൾ ഉണ്ട് കേട്ടോ. അത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓരോന്നും എത്രയുണ്ട്, 230 വോൾട്ട് 100 വാട്ട് ആണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നിട്ടുള്ളത്. 230 വോൾട്ട് 100 വാട്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, ഒരു 230 വോൾട്ട് സപ്ലൈക്കാണ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 230 വോൾട്ട് സപ്ലൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ കൺസംഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓരോ ബൾബിൻ്റെയും പവർ കൺസംഷൻ. അപ്പോൾ ഒരു ബൾബിൻ്റെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ബൾബുകളെ നമ്മൾ 2 റെസിസ്റ്ററുകളായിട്ട് കാണുക. 2 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളതെന്ന് പോലെ കാണുക. അപ്പോൾ ഒരു റെസിസ്റ്ററിന് ഓരോന്നും ഈക്വൽ റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. രണ്ടും റേറ്റിംഗ് സെയിം ആയതുകൊണ്ട് തന്നെ രണ്ടും ഈക്വൽ റെസിസ്റ്റൻസ് ആണ്, രണ്ടും R ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരീസിലായതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുന്നത് കറണ്ട് I എന്ന് പറയുന്ന ആൾ ഒരേ കറണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ കറണ്ട് I കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഈ ആറും കണ്ടുപിടിക്കണം. അപ്പോൾ R എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും എന്താ തന്നിട്ടുള്ളത്, പവറും റേറ്റഡ് പവറും വോൾട്ടേജും തന്നിട്ടുണ്ട് അല്ലേ. അത് വെച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ. എങ്ങനെയാണ്, വോൾട്ടേജും പവറും തന്നിട്ടുണ്ടെങ്കിൽ P = V²/R അല്ലേ. അപ്പോൾ പിയും വിയും തന്നിട്ടുള്ള സ്ഥിതിക്ക് R കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ R കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടത് അതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക. ഒരു മെത്തേഡ് അതാണ്, കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടിലൂടെയും ഒരേ കറണ്ടാണ് പോകുന്നത്. അപ്പോൾ ഒരേ കറണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് 230 വോൾട്ട് വരുന്നുണ്ട്. ഒരേ കറണ്ട് I ഈ രണ്ടെണ്ണം സീരീസിലുള്ളതിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ R+R 2R ഈ I പാസ് ചെയ്യുന്നു. ഒരു വോൾട്ടേജ് V ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ഓംസ് ലോ എടുത്താൽ മതി. അതായത് V = I × R. R എന്ന് പറയുന്നത് ഇവിടെ 2R ആയിരിക്കും. കാരണം എന്താ, 2 എണ്ണം സീരീസ് ആയിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ I അങ്ങനെ കിട്ടി. V നമുക്കറിയാം, R നമുക്ക് അറിയാവുന്നതുകൊണ്ട് 2R അറിയാം. അപ്പോൾ I കിട്ടി. I കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പവർ എത്രയാണ് ഓരോ ബൾബിലൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, I² ഒരെണ്ണത്തിലൂടെയുള്ള പവർ അല്ലേ ചോദിച്ചിട്ടുള്ളത്, I² R. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ I കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കുക. അതായത് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V²/R ആയതുകൊണ്ട് തന്നെ നമുക്ക് R കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുക രണ്ടും ഈക്വൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ. സീരീസിൽ 2 ഈക്വൽ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെ അക്രോസ് ഡ്രോപ്പ് വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ 230 വോൾട്ടാണ് സപ്ലൈ എങ്കിൽ ഇവിടെ 115 വോൾട്ടും ഇവിടെ 115 വോൾട്ടും വരുന്നുണ്ട്. എങ്ങനെ 115 കിട്ടിയെന്ന് മനസ്സിലായല്ലോ, 230/2. കാരണം ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഈക്വൽ ആയിട്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ 2 സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, രണ്ടിൻ്റെ അക്രോസ് 230/2 വോൾട്ട് ഡിവൈഡ് ചെയ്ത് പോയി. അപ്പോൾ വോൾട്ടേജ് കിട്ടി. വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എഗെയിൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V²/R ആണ്. അപ്പോൾ V പിന്നീട് എന്തെടുക്കണം, 115² റെസിസ്റ്റൻസ് എത്രയാണോ കിട്ടിയത് അങ്ങനെ എടുക്കണം. ഓക്കെ, അപ്പോൾ 2 മെത്തേഡ് മനസ്സിലായല്ലോ. ഞാനപ്പോൾ ഒരു മെത്തേഡ് വെച്ച് ചെയ്തു തരാം. മറ്റേ Vയുടെ മെത്തേഡ് വെച്ച് ചെയ്യാം. കറണ്ടിൻ്റെയും ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്. അപ്പം നമുക്ക് ആദ്യം പവർ = V²/R വെച്ചിട്ട് R കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. 100 വാട്ട് = എത്രയാണ്, V² ആണ്. V² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230². 230² /R. അപ്പോൾ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ നിന്ന് എഴുതുകയാണേ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 230²/100 എന്ന് കിട്ടും. ഓക്കെ, R കിട്ടിയേ. അതിപ്പോൾ 2 മെത്തേഡിലായാലും ഈ R കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V² നമ്മൾ പറഞ്ഞു. വോൾട്ടേജിൻ്റെ മെത്തേഡിലാണെങ്കിൽ ഇവിടെ V എന്ന് പറയുന്നത് ഓരോന്നിലും ഹാഫ് വോൾട്ടേജ് അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 115² /R എന്ന് പറയുന്നത് 230² /100 എന്നുള്ളത് മുകളിലേക്ക് വരും. അപ്പോൾ 115² /230² × 100.
അപ്പോൾ 115 230 എന്ന് പറയുമ്പോൾ ബൈ 2 അല്ലേ, 115 ബൈ 230 എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ 115 സ്ക്വയർ ബൈ 230 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4. അപ്പോൾ 100/4 എന്ന് വരും, 25 വാട്ട് എന്ന് വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി കറണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ മെത്തേഡിൽ ചെയ്യേണ്ടത് P = V²/R. അപ്പോൾ R കിട്ടി. R എന്ന് പറയുന്നത് 230² 100 ആണ്. അപ്പോൾ ഒരു R എന്ന് പറയുന്നത് 230² ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് എന്താണ്, I × 2R അല്ലേ. അപ്പോൾ V = I × 2 × 230² 100. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് തന്നെ എഴുതുവാണേ. ഇതും പോയി. അപ്പോൾ 230² 50 എന്ന് വരും. അപ്പോൾ വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ 230 = I × 230² 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 230 ഒരു 230 കൂടെ പോകും. അപ്പോൾ I എന്ന് പറഞ്ഞാൽ എന്താ, 50/230. ഇത്ര ആംബിയർ ആണേ, ഇത്ര ആംബിയർ കിട്ടി. അപ്പോൾ I കിട്ടിയ സ്ഥിതിക്ക് പവർ എങ്ങനെ കണ്ടുപിടിക്കാം, 50/230² I² ഇൻറ്റു R എന്ന് പറയുന്നത് എന്താണ്, R നമുക്കറിയാം 230² 100 ആണ്, 230² 100 ആണ്. ഓക്കെ, അപ്പോൾ 230² പോവും, മുകളിൽ 50 × 50 50² 100 എന്ന് വരും. 2 0 വെട്ടി 5 5 25 വാട്ട്. എങ്ങനെയായാലും നമുക്ക് 25 വാട്ടിലേക്ക് എത്തും കേട്ടോ. ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. An electric iron is rated as 2000 watt. ഓക്കെ, അപ്പോൾ പവർ 2000 വാട്ട് തന്നിട്ടുണ്ട്. If it is on and off for equal durations while ironing, how long will it take to consume 1 unit of energy? അപ്പോൾ 1 unit of energy എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. 1 unit of energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 kWh ആണ് കേട്ടോ. 1 kWh, അതായത് 1000 വാട്ട് ഒരു അവറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 യൂണിറ്റ് എനർജി നമ്മൾ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2000 വാട്ടാണ് അതിൻ്റെ റേറ്റിംഗ്. ആ 2000 വാട്ട് പക്ഷേ ഇത് ഓണും ഓഫും ആയിട്ട് ഈക്വൽ ഇൻ്റർവെൽസിൽ ഓണും ഓഫുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺ ആയിരിക്കുന്നിടത്തോളം കാലം അത് ഓഫുമായിരുന്നു. അപ്പോൾ റേറ്റിംഗ് 2000 വാട്ടാണെന്ന് പറഞ്ഞാലും അതിനെ ഓണും ഓഫും ഈക്വൽ ഇൻ്റർവെൽസിലായിരുന്നത് കൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ എത്ര എനർജി യൂസ് ചെയ്തിട്ടുണ്ടാവും, ഒരു മണിക്കൂറിൽ ശരിക്കും ആണെങ്കിൽ 2000 വാട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ ഓൺ ആയിരിക്കുന്നിടത്തോളം കാലം അത് അത്രയും സമയം ഓഫുമായിരുന്നു. അപ്പോൾ പകുതി പവറല്ലേ അത് ഉപയോഗിച്ച് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ 2000/2 അല്ലേ ഉപയോഗിച്ച് കാണുള്ളൂ. അപ്പോൾ 1000 വാട്ടല്ലേ ഒരു മണിക്കൂറിലേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു മണിക്കൂർ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കൺസ്യൂം 1 യൂണിറ്റ് ഓഫ് എനർജി. അപ്പോൾ 1 യൂണിറ്റ് എനർജി 1000 വാട്ട് ആവാൻ എത്ര നേരം എടുത്തു, 1 മണിക്കൂർ എടുത്തു. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് അയൺ 2000 വാട്ടിലാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഓണും ഓഫും ഈക്വൽ ഡ്യൂറേഷൻസിനാണ്. അതായത് ഓൺ ആയിരിക്കുന്ന അത്രയും തന്നെ സമയം ഓഫുമായിരുന്നു. അതുകൊണ്ട് തന്നെ 2000 വാട്ടിന് റേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം 2000 വാട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ 2000 വാട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇരട്ടി സമയമെങ്കിലും വേണ്ടേ. ഇപ്പോൾ 2000 വാട്ടിൽ 1000 വാട്ടേ ഈ സമയം കൊണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഒരു സമയം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് ആണല്ലോ. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ ഇത്രേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 1000 വാട്ടേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ടാണ് അത് 1 യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്യുന്നത്. അടുത്ത ചോദ്യം. An inductor of 10 ohms reactance and a capacitor of 10 ohms reactance at 50 Hz are connected in series with 10 ohm resistor. If the combination is connected to 300 volt 50 Hz supply, the current will be. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. RLC ആണ്, സീരീസ് RLC ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ മൂന്നും ഉണ്ട് കേട്ടോ. മൂന്നിൻ്റെയും ഭാഗ്യത്തിന് നമുക്ക് എന്താ തന്നിട്ടുള്ളത്, XL 10 ohm തന്നിട്ടുണ്ട്. ഇവിടെ XC എന്ന് പറയുന്നത് 10 ohm തന്നിട്ടുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് 10 ohm തന്നിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് തന്നിട്ട് XC കണ്ടുപിടിക്കാനല്ല പറയുന്നത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് എവിടേക്കാണ്, നമുക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു 300 വോൾട്ട് 50 Hz സപ്ലൈയിലേക്കാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് എത്രയായിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 300 വോൾട്ട് കാരണം വരുന്ന കറണ്ട് I ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് എന്തായിരിക്കും, വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മറ്റേ ഓംസിലോ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ I × Z എന്ന് പറയാമല്ലോ. Z എന്ന് പറയുന്നത് ടോട്ടൽ ഇമ്പിഡൻസ്. ഈ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ Z എന്ന് പറഞ്ഞാൽ എന്താണ്, √R² + XL - XC ആണ്. അപ്പോൾ √R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ohm സ്ക്വയർ പ്ലസ് XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൈനസ് XC എന്ന് പറഞ്ഞാലും 10 സ്ക്വയർ.
എന്ന് വെച്ചാൽ Z എന്താണ് റൂട്ട് ഓഫ് 10 സ്ക്വയർ വിച്ച് ഇസ് 10 ഓം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട കറണ്ടാണ്. അപ്പോൾ വോൾട്ടേജ് 300 വോൾട്ട് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് പ്രകാരം നമുക്ക് എന്ത് കിട്ടും? 300 ഇസ് ഈക്വൽ ടു കറണ്ട് I ഇൻറ്റു 10 ഓം എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് I എന്ന് പറഞ്ഞാൽ എന്താണ്? 300/10 30 ആംപിയർ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് 30 ആംപിയേഴ്സ് ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Two resistors of 12 ohm and 5 ohm are connected in series and the combination is connected in parallel with a 10 ohm resistor. What will be the power consumed by the 10 ohm resistor if the network is connected to a 100 volt supply? നോക്കാം. ഒരു 12 വോൾട്ട് ഉണ്ട്, 12 ഓം ഉണ്ട്, 5 ഓം ഉണ്ട് കേട്ടോ. രണ്ട് സീരീസിലാണ്. ഇത് 5 ഓം ആണ്, ഇത് 12 ഓം ആണ്. ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് 10 ഓം റെസിസ്റ്റർ. ഒരു 10 ഓം റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി വാട്ട് വിൽ ദ പവർ കൺസ്യൂംഡ് ബൈ ദ 10 ഓം റെസിസ്റ്റർ ഇഫ് ദ നെറ്റ്വർക്ക്, ഇത് മൊത്തം ഒരു 100 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, ഇത് മൊത്തം ഒരു 100 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒരു DC സപ്ലൈയാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അത് എന്തോ ആവട്ടെ, ഇതിൽ ചോദിക്കുന്നത് എന്താണ്? പവർ കൺസ്യൂംഡ് എത്രയാണ്? ഈ 10 ഓം റെസിസ്റ്റർ എന്തോരം പവർ കൺസ്യൂം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ 5 ഓമും 12 ഓമും ഒന്നും എടുക്കണ്ട. കാരണം എന്താണെന്ന് അറിയോ? ഈ 10 ഓമിന് അക്രോസ് വരാൻ പോകുന്ന വോൾട്ടേജ് എത്രയാണ്? 100 വോൾട്ടാണ് അല്ലേ? അപ്പോൾ ഇത്രയും വോൾട്ടേജ് വരുന്ന ഉറപ്പാണ്. ഈ 5 ഓമിൻ്റെ പ്ലസ് 12 ഓം, അതായത് 17 ഓമിൻ്റെ അക്രോസും ഈ 100 വോൾട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 ഓമിൻ്റെ അക്രോസ് 100 വോൾട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? V²/R ആണ് പവർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഓമിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കൃത്യമായിട്ട് കിട്ടിയല്ലോ. വോൾട്ടേജ് എത്രയാണ്? 100 സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ R എത്രയാണ്? 10 ഓം ആണ്. ഓക്കെ, അപ്പോൾ 100²/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000/10 1000. ഓക്കെ, അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ടാണ്, അതായത് 1 കിലോ വാട്ടാണ്. അടുത്ത ചോദ്യം, ബുച്ചോൾസ് റിലേ ഇസ് യൂസ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ്. ബുച്ചോൾസ് റിലേ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ട്രാൻസ്ഫോമർ ഓർമ്മ വരണം കേട്ടോ. അത് പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്ഫോമറിനാണ് അത് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. മോട്ടർ അല്ല, ട്രാൻസ്മിഷൻ ലൈൻ അല്ല, ജനറേറ്റർ അല്ല, ട്രാൻസ്ഫോമർ ആണത്. ഇതൊക്കെ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത്, if a single diode in a bridge rectifier opens, the DC value of output for an input of Vm sin omega t is. അപ്പോൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിലെ ഡയോഡിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിലാണെങ്കിൽ എങ്ങനെ വരയ്ക്കും ബ്രിഡ്ജ്? നമുക്ക് നോക്കാം. വളരെ ആദ്യം തന്നെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കട്ടെ. അപ്പോൾ ബ്രിഡ്ജ് ഇത് എൻ്റെ ഒരു ഡയോഡ്, ഇതേപോലെ ഇരിക്കുന്ന ഇതേ ഡയറക്ഷനിലേക്ക് ഒരു ഡയോഡ് ഇങ്ങോട്ട് വരയ്ക്കും. എന്നിട്ട് പിന്നെ എങ്ങനെ വരയ്ക്കും? ഇവർ രണ്ടുപേരും കൂടെ കണക്റ്റഡ് ആയതുപോലെ വരയ്ക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു ഡയോഡ് ഇവിടെയും വരച്ച് വെക്കണം. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് വരുന്നത് എങ്കിൽ ഇവിടെയാണ് ഔട്ട്പുട്ട് RL എന്ന് പറയുന്നത് വരുന്നത്. ഇവിടെ ഇൻപുട്ട് വന്നു, ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൽ ഏതോ ഒരു ഡയോഡ്, അതായത് ഇവിടെ നമ്മൾ എടുക്കാറുള്ളത് D1 D2 D3 D4 ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇൻപുട്ട്? പോസിറ്റീവ് സൈൻ ആവുമ്പോൾ D3-ലൂടെയും പിന്നെ പോസിറ്റീവ് സൈൻ ആകുമ്പോൾ D3-ലൂടെയും ഇങ്ങനെയും വരും. എന്നിട്ട് RL-ലൂടെ വന്നിട്ട് D2-ലൂടെ വരും എന്നാണ് നമ്മൾ പറയുക. പോസിറ്റീവ് ആകുമ്പോൾ, പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ D3 RL-ലൂടെ വന്ന് പിന്നെ D2-ലൂടെ വരും എന്നാണ് പറയുക നമ്മൾ കറണ്ട്. നെഗറ്റീവ് സൈക്കിൾ വരുമ്പോഴോ, നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ നേരെ വന്ന് D4-ലൂടെ കയറി പിന്നെ RL-ലൂടെ വന്ന് പിന്നെ അങ്ങനെ D1-ലൂടെ കയറി പോകുന്നു നോക്കുക. ഓക്കെ, ഞാൻ D1 D2 D3 എടുത്തിട്ടുള്ള പോലെ നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വരേണ്ടത്. പക്ഷേ പറയാണ് ഒരു ഡയോഡ് പോയി. ഇപ്പോൾ D3 പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കുന്ന ആലോചിച്ച് നോക്കിയേ. D3 പോയി എന്ന് പറഞ്ഞാൽ ആ പോസിറ്റീവ് സൈക്കിൾ കിട്ടിയില്ല എന്ന്. ഒരു സൈക്കിള് റെക്ടിഫൈ ചെയ്യുന്നത് പോയി. അപ്പോൾ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇൻപുട്ട് ഇങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ടിൽ പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാവില്ല, നെഗറ്റീവ് സൈക്കിൾ മാത്രമേ, നെഗറ്റീവിൻ്റെ ഇവിടെ മാത്രം ഇങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ DC വാല്യൂ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ DC വാല്യൂ എന്താണ്? Vm/π ആണ്. അത് മാത്രം ഓർക്കുക, Vm/π ആണ് ആൻസർ. 0 വോൾട്ട് ആയിരിക്കില്ല, കാരണം ഒരു ഡയോഡല്ലേ പോയുള്ളൂ. അപ്പോൾ ഒരു മറ്റേ സൈക്കിൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, 2 Vm/π ആയിരിക്കില്ല. കാരണം എന്താണ്? കംപ്ലീറ്റ് ഫുൾ വേവ് ആണെങ്കിലേ അത് 2 Vm/π ആവുള്ളൂ. ഓക്കെ, Vm ആയിരിക്കില്ല. ഓക്കെ, DC വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ Vm/π ആയിരിക്കും. അടുത്ത ചോദ്യം,
എ സ്നബ്ബർ സർക്യൂട്ട് ഇസ് യൂസ്ഡ് അലോങ് വിത്ത് എ റിലേ ഫോർ. സ്നബ്ബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ ഐസൊലേഷന് വേണ്ടിയിട്ടാണോ? അല്ല. കറണ്ട് ബൂസ്റ്റിങ്ങിനാണോ? ബൂസ്റ്റിംഗ് അല്ല. അവോയ്ഡ് ആർക്കിംഗ്. അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. സ്നബ്ബർ ആർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തീയും പുകയൊക്കെ വരില്ലേ, മറ്റേ പെട്ടെന്ന് ഈ എന്താ പറയുക, തീപ്പൊരി പോലെയൊക്കെ വരില്ലേ കറണ്ടിൻ്റെ വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ. ശരിക്കും അതെന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിലൂടെ അല്ലാതെ വയറിൽ ചില എന്താ പറയുക ഒരു ഡിസ്കണക്ഷനൊക്കെ വരുമ്പോൾ അത് ചാർജ് എയറിലൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന തന്നെയാണ് ഈ മിനി ലൈറ്റ്നിങ് പോലത്തെ ഒരു സംഭവത്തിനെയാണ് ഈ ആർക്കിംഗ് എന്ന് പറയുന്നത്. അത് ഉണ്ടാവുന്നത് തടയാനാണ് സ്നബ്ബർ ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസ് ഇസ് പാർട്ട് ഓഫ് മൈക്രോ കൺട്രോളർ ചിപ്പ്? മൈക്രോ കൺട്രോളറിൽ എന്തൊക്കെ ഉണ്ടാവും? റാം ഉണ്ടാവും, റോം ഉണ്ടാവും, IO പോർട്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡി ആണ് ഉത്തരം. GSM uses which of the following multiple access methods? GSM-ൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുക? TDMA ഉപയോഗിക്കും, FDMA ഉപയോഗിക്കും. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് FDMA ആൻഡ് TDMA. സ്റ്റാൻഡ് ബൈ UPS ക്യാൻ ബി യൂസ് ഫോർ പവർ റിക്വയർമെൻറ്റ്സ് ഓഫ്. സ്റ്റാൻഡ് ബൈ UPS എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതാണ് ഈ ഓഫ്ലൈൻ UPS എന്നൊക്കെ പറയുന്ന ആൾ കേട്ടോ. ഓഫ്ലൈൻ UPS ഒക്കെ പവർ റിക്വയർമെൻറ്റ്സ് എത്രയായിരിക്കും? അപ്പോൾ അതിൻ്റെ പവർ റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും. 0.5 കിലോവാട്ട് ആംപിയർ ആയിരിക്കും. ഓക്കെ, കിലോ വോൾട്ട് ആംപിയർ എന്ന് വെച്ചാൽ പവർ അല്ലല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് KVA 0.5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിക്വയർമെൻറ്റ് വളരെ കുറവുള്ളത് തന്നെയൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡ് ബൈ UPS ഉപയോഗിക്കുക. അടുത്ത ചോദ്യം, ഇൻ എ സെനർ ഡയോഡ് വിത്ത് ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വളരെ കൂടുതലാണ് എങ്കിൽ ഡോപ്പിങ്ങിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾക്കൊന്ന് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ഡോപ്പിങ്ങും തമ്മിലുള്ള റിലേഷൻ പെട്ടെന്നൊന്ന് നോക്കാം. ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയോഡ് ഉണ്ട് കേട്ടോ. ഒരു P ജംഗ്ഷൻ ഉണ്ട്, ഒരു N ജംഗ്ഷൻ ഉണ്ട്, ഇതിനിടയിലൊരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. ഈ ഡിപ്ലീഷൻ ലെയർ ബ്രേക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് അല്ല ഈ പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനെ ബ്രേക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് അല്ല ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അത് വളരെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലീഷൻ ലെയർ വളരെ വലുതാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഡിപ്ലീഷൻ ലെയർ P-ൻ്റെ N-ൻ്റെ ഇടയിലുള്ള ഡിപ്ലീഷൻ ലെയർ വൈഡ് ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അത്രയും കൂടുതൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ വൈഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പിംഗ് ലെവൽ എങ്ങനെ ഇരിക്കണം? P-ൻ്റെ N-ൻ്റെയും ഡോപ്പിംഗ് ലെവൽ ലോ ആയിരിക്കണം. അപ്പോൾ ഡോപ്പിംഗ് ലെവലും വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയറും തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അതായത് ഡോപ്പിംഗ് ലെവൽ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, അപ്പം ഇതൊന്നും ഓർത്തു വെച്ചാൽ, ഇത് മാത്രം ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ എന്ത് നമുക്ക് പറയാൻ പറ്റും? ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണെങ്കിൽ രണ്ടും P-യും N-ഉം ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, മോസ്റ്റ് ഓഫ് ദ ഹോൾസ് പ്രസന്റ് ഇൻ ദ ബേസ് ഓഫ് എ PNP ട്രാൻസിസ്റ്റർ ഫ്ലോ. അപ്പോൾ ഒരു PNP ട്രാൻസിസ്റ്റർ ഉണ്ട് കേട്ടോ. P ഉണ്ട്, N ഉണ്ട്, P ഉണ്ട്. ഓക്കെ, അപ്പോൾ എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. ഓക്കെ, PNP-യിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? P-ൻ്റെയും അവിടെ ഹോൾസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്ന് ഹോളുകൾ വരുന്നു, ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലുള്ള ഹോൾസ് മൊത്തം കൂടുതലും എങ്ങോട്ട് പോകണം? കളക്ടറിലേക്ക് പോകണം അല്ലേ. അത് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ വെറുതെ വരച്ചു വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇൻറ്റു ദ കളക്ടറാണ് അത് പോകേണ്ടത്. എമിറ്ററിലേക്കാണോ? അല്ല, എമിറ്ററിൽ നിന്നാണ് ഹോൾ വരുന്നത്. ഇനി ഇൻറ്റു ദ കളക്ടറാണോ? അതെ. സപ്ലൈയിലേക്കാണോ? സപ്ലൈയിലേക്കല്ല പോകേണ്ടത്. ഓക്കെ, ഔട്ട് ഓഫ് ദി ബേസ് ഇൻറ്റു ദ ബേസ് ലീസ്റ്റ് ആണോ? അല്ല. ഓക്കെ, അപ്പോൾ B ആണ് ഉത്തരം. അടുത്ത ചോദ്യം, അടുത്തത്, വെൻ ക്ലാസ് B പവർ ആംപ്ലിഫയർ is in quiescent state, half of the maximum current flows through the transistor, maximum current flows through the transistor, no current flows through the transistor, quarter of the maximum current flows. അപ്പോൾ ക്വയഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക അതിൽ AC പവർ ഒന്നും കൊടുക്കുന്നില്ല, അപ്പോൾ കറണ്ടേ ഉണ്ടാവില്ല. നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദി ട്രാൻസിസ്റ്റർ. C ആണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, ഇൻഡക്ടർ ഫിൽട്ടർ ഷുഡ് ബി യൂസ്ഡ് വെൻ. ഇൻഡക്ടർ ഫിൽട്ടർ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ലോഡ് കറണ്ട് ഹൈ ആകുമ്പോഴാണ് ഇൻഡക്ടർ ഫിൽട്ടർ ഉപയോഗിക്കുക കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണേ. ഇൻഡക്ടർ ഫിൽട്ടർ ഈസ് യൂസ്ഡ് വെൻ ലോഡ് കറണ്ട് ഈസ് ഹൈ. A ആണ് ഉത്തരം. അടുത്തത്, ഇൻ എ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഇഫ് ദ റെസിസ്റ്റൻസസ് ഇൻ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആർ ഡിക്രീസ്ഡ്, ഫ്രീക്വൻസിക്ക് എന്ത് പറ്റും? അപ്പോൾ റെസിസ്റ്റൻസ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസും ഫ്രീക്വൻസി നമ്മൾ എന്താ ബന്ധം എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ വെയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2π RC ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിക്ക് എന്താ പറ്റുക? കൂടും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസസ്. അടുത്ത ചോദ്യം, when frequency of oscillation of a crystal oscillator becomes parallel resonance frequency,
റിയാക്ടൻസ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ബിക്കംസ്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിലെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി ആവുമ്പോൾ, അപ്പോൾ പാരലൽ റെസൊണൻസിൻ്റെ സംഭവങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. പാരലൽ റെസൊണൻസ് ആവുമ്പോൾ റിയാക്ടൻസിന് എന്താണ് സംഭവിക്കുക? റിയാക്ടൻസ് ഇൻഫിനിറ്റി ആവും. ഓക്കെ. കറണ്ട് മിനിമം ആയിരിക്കും. ഓക്കെ. അതേപോലെ സീരീസ് റെസൊണൻസിൽ നേരെ തിരിച്ച് റിയാക്ടൻസ് 0 ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം എന്ന് പറയാം. നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ. അപ്പോൾ റിയാക്ടൻസ് എന്ന് പറയുന്നത് റിയാക്ടൻസ് ഇൻഡക്റ്റീവും കപ്പാസിറ്റീവും മാത്രം നോക്കുമ്പോൾ അതിൻ്റെ റിയാക്ടൻസ് 0 ആയിരിക്കും സീരീസിൽ, പാരലലിൽ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഇറ്റ് ബിക്കംസ് എന്താണ്? ഇൻഫിനിറ്റി. റിയാക്ടൻസ് എന്ത് സംഭവിക്കും? ഇൻഫിനിറ്റി ആയി മാറും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The distortion in an amplifier is found to be 3% when the feedback ratio of negative feedback amplifier is 0.04. When the feedback is removed, distortion becomes 15%. Then the open loop gain is. അപ്പോൾ open loop gain distortion ഒക്കെ തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ distortion with feedback എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ distortion without feedback divided by 1 plus a beta എന്നുള്ളതാണ് റിലേഷൻ. അതായത് ഡിസ്റ്റോർഷൻ കുറയും അല്ലേ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ടാണ് 1 plus a beta എടുക്കുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ 1 minus a beta എന്നാണ് നമ്മൾ എടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഡിസ്റ്റോർഷൻ ആദ്യത്തെ ഫീഡ്ബാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസ്റ്റോർഷൻ 3%ആണ്. ഫീഡ്ബാക്കിന് മുമ്പുള്ള ഡിസ്റ്റോർഷൻ 15%ആണ്. ഡിവൈഡഡ് ബൈ 1 plus a എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയില്ല. ഓപ്പൺ ലൂപ്പ് ഗെയിൻ അറിയില്ല, എ അറിയില്ല. ബീറ്റ എന്ന് പറയുന്ന ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്ന ഫീഡ്ബാക്ക് റേഷ്യോ 0.04 ആണ്. അപ്പോൾ എ ഇൻറ്റു 0.04. അപ്പോൾ ഇത് എത്ര കിട്ടുക? 3 ഇൻറ്റു 1 plus 0.04 a ഈക്വൽ ടു 15. അപ്പോൾ ഇവിടെ 15/3 ഇങ്ങോട്ട് എടുത്താൽ കിട്ടും. അപ്പോൾ 5 എന്ന് കിട്ടും. 1 plus 0.04 a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. എന്ന് വെച്ചാൽ 0.04 a എന്ന് പറയുന്നത് 5 minus 1 4 ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് 4/0.04 ആണ്, വിച്ച് ഇസ് 100. ഓക്കെ. അപ്പോൾ ആൻസർ എത്രയാണ്? D 100 ആണ് അവിടെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതേപോലത്തെ ഒരു ചോദ്യമാണ്. വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് 60 dB. dBയിൽ തന്നിട്ടുണ്ട്, അത് കുറയ്ക്കാനാണ് കേട്ടോ. dBയിലല്ല എടുക്കേണ്ടത്, നമ്മൾ ലീനിയർ സ്കെയിലിൽ എടുക്കണം. ഇറ്റ് ഡിക്രീസസ് ടു 40 dB വിത്ത് ഫീഡ്ബാക്ക്. ദെൻ ദ ഫീഡ്ബാക്ക് ഫാക്ടേഴ്സ്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ഓഫ് എൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്ക് 60 dB ആണ്. 60 dB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സംഭവം? അതായത് 10 log some linear value. ഓക്കെ. വോൾട്ടേജ് ഗെയിൻ ആണ് ഈ 60 dB എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗെയിൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60/10 എന്ന് വെച്ചാൽ 6 log 10 ആണ്. 60/10 6. ഇനി 10 raised to 10 to the power of 60/10 ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗെയിൻ ഇതിൻ്റെ ആയതുകൊണ്ട് 20 log ആയിരിക്കും കേട്ടോ. അപ്പോൾ 60/20 എന്ന് എടുക്കണേ. പവർ ഗെയിൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക 10 log എന്ന് എടുക്കുക. ഇത് വോൾട്ടേജ് ഗെയിൻ ആയതുകൊണ്ട് 20 log എന്നല്ലേ എടുക്കാറുള്ളത്. അപ്പോൾ 60/20 എന്ന് എടുക്കണം. അതായത് 10⁻³ ആണ്. അപ്പോൾ 10⁻³ എന്ന് പറയുന്നത് 1000. ഓക്കെ. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് 1000 ആണ്. 40 dB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നാച്ചുറലി 10⁻40/20 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അതായത് 100. ഓക്കെ. 100 സ്ക്വയർ എന്ന് കിട്ടും, 100 ആണ്. അപ്പോൾ 100 ആയിരുന്നു ഫീഡ്ബാക്ക്. അത് കഴിഞ്ഞിട്ട് 1000 ആയിരുന്നു ഫീഡ്ബാക്ക്. ഇത് ചെയ്തപ്പോൾ 100 ആയി. ഫീഡ്ബാക്ക് ചെയ്തപ്പോൾ 100 ആയി. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നാച്ചുറലി എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഗെയിൻ ആഫ്റ്റർ ഫീഡ്ബാക്ക് ഇസ് ഗിവൺ ബൈ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഡിവൈഡഡ് ബൈ 1 plus a ഇൻറ്റു ബീറ്റ. അതായത് AF എന്ന് പറയുന്നത് എത്രയാണ്? 100 is equal to 1000 divided by 1 plus 1000 ഇൻറ്റു ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 100 ഇൻറ്റു 1 പ്ലസ്. അപ്പോൾ 100 പ്ലസ് 100 ഇൻറ്റു എന്ന് പറയുമ്പോൾ 3 4 5 10⁻5 ബീറ്റ ഇസ് ഈക്വൽ ടു 10³ അപ്പോൾ ഒരു 100 എല്ലാത്തിനും കളയാം അല്ലേ. അപ്പോൾ 1 പ്ലസ് 10³ ബീറ്റ ഇസ് ഈക്വൽ ടു 10, അല്ലെങ്കിൽ 10³ ബീറ്റ ഇസ് ഈക്വൽ ടു 10 - 1 9. ബീറ്റ ഇസ് ഈക്വൽ ടു 9/1000. 9/1000 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
0 ആദ്യമൊന്നും വരില്ല, 1000 ആണ്, 3 സീറോ ഉള്ളൂ. അതായത് 9 വരുമ്പോൾ ഒന്നും വരില്ല, 0 വന്നു. 90 വന്നപ്പോൾ വീണ്ടും ഒരു 0 വന്നു. പിന്നെയും വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും 900 0.000 00 പിന്നെ 8 എന്ന് വേണമെങ്കിൽ എടുക്കാമല്ലോ. 9 എന്ന് എടുക്കാം കേട്ടോ ആക്ച്വലി, കാരണം 9 into 1000 9000 നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ 0.009 ആണ് ആക്ച്വലി, അത് 0.00833 എന്നാണ് അവർ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഫീഡ്ബാക്ക് ഫാക്ടർ അത്രയാണെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ 0.09 എടുക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, 0.95 എടുക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൂടുതൽ എടുക്കരുത് ബീറ്റ. 0.083 എന്ന് പറയുന്നത് 0.9ൻ്റെ അടുത്താണല്ലോ, അതുകൊണ്ട് നമുക്കത് എടുക്കാം. ആക്ച്വലി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, 0.9 എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വിച്ചിങ് ഓഫ് പവർ വിത്ത് PNP ട്രാൻസിസ്റ്റർ ഇസ് കോൾഡ്. PNPയിൽ സ്വിച്ചിങ് ഓഫ് പവറിനെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു PNP ട്രാൻസിസ്റ്റർ നമ്മൾ വരയ്ക്കുക എന്ന് വിചാരിക്കുക. PNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, എമിറ്ററിലേക്ക് നമുക്കറിയാം. അപ്പോൾ ഇത് ഒരു NPN ആണ്, ഇതൊരു PNP ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക, ഇത് എമിറ്ററാണ്, എമിറ്ററിലേക്ക് കറണ്ട് വരുവാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ബേസിൽ നിന്നും കളക്ടറിൽ നിന്നും എന്താണ് സംഭവിക്കുക, ഇത് വരുന്നത് കൊണ്ട് ബാക്കിയൊക്കെ ട്രാൻസിസ്റ്ററിനെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ബാക്കി രണ്ട് കറണ്ടുകളും IB എന്ന് പറയുന്ന കറണ്ടും IC എന്ന് പറയുന്ന കറണ്ടും രണ്ടും പുറത്തേക്കാണ് പോകുന്നത്. രണ്ടും പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൽ നിന്ന് കളക്ടറിൽ നിന്നാണല്ലോ ഔട്ട്പുട്ട് എപ്പോഴും എടുക്കുന്നത്. ഓക്കെ, എപ്പോഴും മിക്കവാറും കോമൺ എമിറ്റർ ആയിട്ടാണല്ലോ നമ്മൾ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്ന ഔട്ട്പുട്ട് കറണ്ട് എപ്പോഴും പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സോഴ്സിങ് കറണ്ട് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യാന്ന്. ഓക്കെ, അതേപോലെ തന്നെ NPN ആയിരുന്നെങ്കിൽ ഇവിടെ എമിറ്ററിൽ നിന്ന് കറണ്ട് പുറത്തേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് തന്നെ ബേസിലും കളക്ടറിലും കറണ്ട് അകത്തേക്കാണ് വരിക. അപ്പോൾ അതായത് അത് പുറത്തുനിന്നുള്ള കറണ്ടിനെ അകത്തേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കളക്ടറിൽ അവിടെ എന്താണ് സംഭവിക്കുക, സിങ്കിങ് ആണ് സംഭവിക്കുക. NPN ആയിരുന്നെങ്കിൽ സിങ്കിങ് കറണ്ടാണ് ഉത്തരം. ഓക്കെ, PNP ആയതുകൊണ്ട് സോഴ്സിങ് കറണ്ട് എന്ന് പറയാം. സോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ടിൽ നിന്ന് പുറത്തേക്ക് കറണ്ട് കൊടുക്കുക. ഓക്കെ, സോഴ്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ചോദ്യം. ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ വി യൂസ്. ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക, RC കപ്ലിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ട്രാൻസ്ഫോർമർ കപ്ലിംഗ് ഉപയോഗിക്കില്ല, ഡയറക്റ്റ് കപ്ലിംഗ് ഉപയോഗിക്കില്ല. ഓക്കെ, അടുത്തത്. The total gain of a multi-stage amplifier is less than the product of gains of individual stages due to. അപ്പോൾ എന്തുകൊണ്ടാണ് ടോട്ടൽ ഗെയിൻ, ശരിക്കും നമ്മൾ തിയറിറ്റിക്കലി അത് പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ശരിക്കും കുറച്ച് ലെസ് ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. പവർ ലോസ് കാരണമാണോ, കപ്ലിംഗ് ഡിവൈസിലെ പവർ ലോസ് കാരണമാണോ, അല്ല ലോഡിംഗ് എഫക്റ്റ് കാരണമാണോ? അതെ, ലോഡിംഗ് എഫക്റ്റ് കാരണം, അടുത്ത സ്റ്റേജിൻ്റെ ലോഡിംഗ് എഫക്റ്റ് കാരണം അങ്ങനെ സംഭവിക്കാം. യൂസ് ഓഫ് മെനി ട്രാൻസിസ്റ്റേഴ്സ്, യൂസ് ഓഫ് മെനി കപ്പാസിറ്റേഴ്സ് ഒന്നും ഇതിന് കാരണമാവുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. The oscillator that is mostly used for generating audio frequency signals. Audio frequency signal നമ്മൾ ഉപയോഗിക്കുന്ന ജനറലായിട്ട് ഉപയോഗിക്കുന്ന ഇതെന്താണ്, ഓസിലേറ്റർ എന്താണ്, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. ഓക്കെ, ട്യൂൺഡ് ബേസ് അല്ല, ട്യൂൺഡ് കളക്ടർ അല്ല, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും അല്ല. അടുത്ത ചോദ്യം. ഡാഷ് മൾട്ടി വൈബ്രേറ്റർ is a square wave oscillator. ഏത് മൾട്ടി വൈബ്രേറ്ററിനെയാണ് സ്ക്വയർ വേവ് ഓസിലേറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ത് മനസ്സിലായി, ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ DC മാത്രം കൊടുത്തുകൊണ്ട് AC ഒന്നും കൊടുക്കാതെ തനിയെ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോണോസ്റ്റേബിളിൽ അങ്ങനെയാണോ? അല്ല. മോണോസ്റ്റേബിളിൽ നമ്മളൊരു പൾസ് കൊടുക്കുന്നുണ്ട്. അസ്റ്റേബിളിൽ അങ്ങനെയാണോ? അതെ. അസ്റ്റേബിളിൽ പ്രത്യേകിച്ച് പൾസ് ഒന്നും കൊടുക്കുന്നില്ല, DC മാത്രം കൊടുക്കുന്നുള്ളൂ. DC to AC കൺവേർഷൻ ആണ് നടക്കുന്നത്, സ്ക്വയർ വേവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് അസ്റ്റേബിൾ ആണ് ഉത്തരം. ബൈസ്റ്റേബിൾ ഒട്ടുമല്ല, കാരണം രണ്ട് സിഗ്നൽസ് കൊടുത്തിട്ടാണ് അവിടെ ട്രാൻസിഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റർ ഇസ് യൂസ് ടു. കമ്മ്യൂട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സ്പീഡ് കൂട്ടുക കേട്ടോ. അപ്പോൾ കമ്മ്യൂട്ടേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്പീഡിംഗ് അപ്പ് കപ്പാസിറ്റർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ അർത്ഥം മാത്രം അറിഞ്ഞാൽ മതി, നമ്മളിവിടെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇൻക്രീസ് ബേസ് സ്റ്റോറേജ് ചാർജ് ആണോ? അല്ല. പ്രൊവൈഡ് AC കപ്ലിംഗ് ആണോ? അല്ല. ഇൻക്രീസ് സ്പീഡ് ഓഫ് റെസ്പോൺസ്, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രൊവൈഡ് സ്പീഡ് ഓഫ് ഓസിലേഷൻ അല്ല, സ്പീഡ് ഓഫ് ഓസിലേഷൻ അല്ല അവിടെ കൊടുക്കുക. കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റർ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യും. ഓക്കെ, അവിടെയുള്ള പാരസിറ്റിക് കപ്പാസിറ്റൻസിൻ്റെ ഒക്കെ ഇഫക്റ്റ് കുറച്ചുകൊണ്ട് സ്പീഡപ്പ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്, ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും. ഓക്കെ,
അടുത്ത ചോദ്യം, a certain non-inverting amplifier has Ri of 2 kilo ohm and Rf of 100 kilo ohm. The closed loop voltage gain is. അപ്പോൾ non-inverting amplifierന്റെ gain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 plus Rf by Ri ആണ്. അതായത് 1 plus 100 kilo ohm by 2 kilo ohm. അപ്പോൾ 1 plus 50 എന്ന് പറഞ്ഞാൽ 51 ആണ് ഉത്തരം. C ആണ് ഉത്തരം. അടുത്ത ചോദ്യം, in the differential mode of op-amp, if output voltage is equal to the difference between outputs of individual transistors, its amplitude will be dash the amplitude of signal voltage yielded at collector to ground. Okay, അപ്പോൾ ഡിഫറൻഷ്യൽ മോഡ് ഓഫ് op-amp ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഔട്ട്പുട്ട് ആണ് എന്നും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഇത് നോക്കുക. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതിനകത്ത് എന്താണ് പറയുന്നത്, കളക്ടർ ടു ഗ്രൗണ്ടിൽ ഒരു വോൾട്ടേജ് ഉണ്ട് കേട്ടോ, ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് സിഗ്നൽ വോൾട്ടേജ് ഉണ്ട്. ഇവിടെ കളക്ടർ ടു ഗ്രൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇവിടുത്തെ കളക്ടർ ടു ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ കിട്ടുന്ന വോൾട്ടേജാണ് നമ്മൾ എടുക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണോ, ഇതിപ്പോൾ ഇത് VC1 ആണെങ്കിൽ ഇത് VC2 ആണെങ്കിൽ VC1 മൈനസ് VC2 ആണ് ഔട്ട്പുട്ട് എങ്കിൽ, ഇതെന്ന് പറയുന്നത് VC2 ആണെങ്കിൽ അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ മൊത്തം മറ്റേ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഈ ഡിഫറൻസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇത് ഡിഫറൻഷ്യൽ മോഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ അക്രോസ് VC2 ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വരിക എന്ന് പറയുക, VC1 മൈനസ് VC2 എന്ന് വരും. കാരണം രണ്ടും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിട്ടാണ് വരിക. അപ്പോൾ VC1 പ്ലസ് VC2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അതായത് ട്വൈസ്, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് ട്വൈസ് ദ വോൾട്ടേജ് കിട്ടും, ട്വൈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഇവിടുത്തെ സിഗ്നൽ വോൾട്ടേജ് എത്രയായിരുന്നോ അതിൻ്റെ ട്വൈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ട്വൈസ് ആണ് ഇവിടെ ഉത്തരം. ഓക്കെ, അത് 0 ആയി പോവുകയല്ല ചെയ്യുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് 0 ആയി പോവുകയല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലസും ഇവിടുത്തെ മൈനസും കൂടെയാണ് ശരിക്കും ആഡ് ആവുന്നത്. അപ്പോൾ VC1 മൈനസ് VC2 എന്ന് പറയുമ്പോൾ VC1 മൈനസ് VC2 ആണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇവിടെ VC2 എത്രയാണോ കൊടുക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ അത് മൈനസ് VC2 എന്നാണ് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ ട്വൈസ് എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് എൻ ഓപ്പ്-ആമ്പ് ഇസ് ജനറലി. കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പ്-ആമ്പിനകത്ത് പ്ലസും ഉണ്ട് മൈനസും ഉണ്ടെങ്കിൽ രണ്ടിലും കൂടെ കോമൺ മോഡായിട്ടുള്ള കുറേ നോയ്സ് വരാം. ഓക്കെ, നോയ്സ് സിഗ്നൽസിനെയാണ് ഈ കോമൺ മോഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് ഓഫ് ഔട്ട്പുട്ട് ആണല്ലോ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. ഗെയിൻ ഇൻറ്റു ഡിഫറൻസ് ഓഫ് ഔട്ട്പുട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ഓഫ് ഇൻപുട്ട്, ഗെയിൻ ഇൻറ്റു ഡിഫറൻസ് ഓഫ് ഇൻപുട്ടാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ഓഫ് ഇൻപുട്ട് വരുമ്പോൾ തന്നെ കോമൺ മോഡ് സിഗ്നൽസ് കുറേ പോയിട്ടുണ്ടാവും. പക്ഷേ എങ്ങാനും ഇപ്പോൾ ഒരെണ്ണത്തിൽ ഒത്തിരി വേറെ കുറച്ചും കൂടെ നെഗറ്റീവിൽ കുറച്ചും കൂടെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു 1 വോൾട്ട് രണ്ടെണ്ണത്തിനും കൂടെ കോമൺ ആയിട്ട് കൊടുത്തു. ആ 1 വോൾട്ട് മൈനസ് 1 വോൾട്ടിൻ്റെ ഗെയിൻ ആണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും 0 ആണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ അറിയാതെ ഈ നെഗറ്റീവിൽ ഒരു 0.1 വോൾട്ടും കൂടെ അറിയാതെ നോയ്സ് കയറിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഒരു 0.1 വോൾട്ട് ഇൻറ്റു ഗെയിൻ എന്നാണല്ലോ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും ജനറലി കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. വളരെ ചെറിയൊരു വോൾട്ടേജേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഗെയിൻ ഇൻറ്റു ഡിഫറൻസ് കിട്ടുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ എന്തെങ്കിലും ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കോമൺ മോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വോൾട്ടേജേ ഉണ്ടാവുള്ളൂ. അടുത്തത്, a 741 op-amp has a gain bandwidth product of 2 MHz. If a non-inverting amplifier using this op-amp has a voltage gain of 40 dB, then its minus 3 dB bandwidth is. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ 40 dB ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, 10⁻40/20 ഇങ്ങനെയാണ് എടുക്കേണ്ടത് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ അത് 100 ആണ് ഗെയിൻ എന്ന് പറയുന്നത്. ഗെയിൻ 100 ആണ്. ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് പറയണത് 2 MHz ആണ്. അപ്പോൾ 2 MHz/100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 3 dB ബാൻഡ്വിഡ്ത്ത് കിട്ടും. എന്ന് വെച്ചാൽ 2 MHz/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 20 kHz എന്നാണ്. ഓക്കെ, അപ്പം ബി ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് പാർട്ട് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് എ ഡയോഡ് ഇസ് യൂസ്ഫുൾ ഫോർ ലോഗ് ആംപ്ലിഫയേഴ്സ്. ലോഗ് ആംപ്ലിഫയേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഭാഗമാണ്, ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവിൽ ഏത് ഭാഗമാണെന്നാണ് ചോദിക്കുന്നത്.
അതായത് ഒരു ഡയോഡിൻ്റെ ക്യാരക്ടർ നോക്കുമ്പോൾ സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ നമുക്കറിയാം ഇത് 0.7 വോൾട്ട് ആയിരിക്കും അല്ലേ. 0.7 കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് അവിടെ കാണുന്നത്. അപ്പോൾ ലോഗ് ആംപ്ലിഫയേഴ്സിൽ ശരിക്കും ലോഗ് റീജിയൻ എബവ് 0.7 വോൾട്ടാണ് നമ്മളവിടെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ PSCയിൽ തന്നിട്ടുള്ള ഉത്തരം ലോഗ് റീജിയൻ ബിറ്റ്വീൻ 0 ആൻഡ് 0.7 വോൾട്ട് എന്നാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. പക്ഷേ ശരിക്കും ലോഗ് റീജിയൻ എബവ് 0.7 ആണ് അത് ഉപയോഗിക്കുക. കാരണം 0ൻ്റെയും 0.7ൻ്റെയും ഇടയിൽ ലോഗരിതം അത് കർവ് അല്ല അവിടെ ശരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോഗ് ആംപ്ലിഫയറിൽ നമ്മൾ ശരിക്കും ഉപയോഗിക്കുക 0.7ൻ്റെ മുകളിലുള്ള വോൾട്ടേജ് ആണ്. അതേപോലെ തന്നെ നമ്മളൊരു ഡിസ്റ്റോഷൻ വരുമ്പോൾ ഉള്ളൊരു ഗെയിനിൻ്റെ കാര്യം കണ്ടില്ലേ. ഗെയിൻ കൂടും മറ്റേ 60 dB നിന്ന് 40 dB ആയി. അപ്പോൾ ഫീഡ്ബാക്ക് ഫാക്ടർ എത്രയാണെന്നൊക്കെ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ ശരിക്കും ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശരിക്കും ഉത്തരം നമുക്ക് 009 എന്നല്ലേ കിട്ടുന്നത്, 0.009 എന്നാണ് കിട്ടുന്നത്. അങ്ങനത്തെ ഉത്തരം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു അതിന് ഏകദേശം അടുത്തുള്ള വാല്യൂ ഒക്കെ നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ക്വസ്റ്റ്യൻ ശരിക്കും ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് PSCക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് കറക്റ്റ് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീഴിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The main purpose of instrumentation amplifier is to amplify dash signals that are riding on dash common mode voltages. അതായത് എന്തിനാണ് ആംപ്ലിഫൈ ചെയ്യേണ്ടത്? ശരിക്കും മെയിൻ പർപ്പസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ആംപ്ലിഫൈ സ്മോൾ സിഗ്നൽസ് ദാറ്റ് ആർ റൈഡിങ് ഓൺ ലാർജ് കോമൺ മോഡ് വോൾട്ടേജസ്. ഓക്കെ, ലാർജ് കോമൺ മോഡ് വോൾട്ടേജസിൻ്റെ ഇടയിലുള്ള ചെറിയ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യലാണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. CMRR ഒക്കെ വളരെ ഹൈ ആയിരിക്കും കേട്ടോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ. അടുത്തത് the filter which provides a roll-off rate greater than -20 dB per decade or pole and are useful when a rapid roll-off is required. അത് ഏത് ആണ് ഫിൽട്ടർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബട്ടർവർത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 20 dB per decade per pole ആണെന്ന് നമുക്കറിയാം. -20 dB per decade ആണ് ബട്ടർവർത്തിൻ്റെ നമുക്കറിയാം. ചെബിഷേവ് ആണ് അതിന് നമ്മൾ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. റാപ്പിഡ് റോൾ ഓഫ് വേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ ചെബിഷേവ് ഫിൽട്ടറാണ് ഉപയോഗിക്കാറുള്ളത്. സെക്കൻഡ് ഓർഡർ HPF എന്ന് പറഞ്ഞാലും സെക്കൻഡ് ഓർഡർ ആയാലും പെർ പോള് -20 dB തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ -40 dB per decade എന്ന് വരും. കാരണം എന്താ, 2 പോളുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ -40 dB per decade എന്ന് വരും. അപ്പോഴും അത് ഇതേ സംഭവം തന്നെയാണ്, ചോദ്യം തന്നെയാണ്. അപ്പോൾ അത് പറ്റില്ല. അതിനേക്കാളും കൂടുതൽ റാപ്പിഡ് റോൾ ഓഫ് വേണ്ട സമയത്ത് നമ്മൾ ചെബിഷേവ് ഫിൽട്ടറാണ് അവിടെ ഉപയോഗിക്കുക. ചെബിഷേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഭയങ്കര റാപ്പിഡായിട്ടുള്ള റോൾ ഓഫ് ആയിരിക്കും. ഓക്കെ, ലോ പാസിനൊക്കെ വരുമ്പോൾ. പക്ഷേ ബട്ടർവർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ബട്ടർവർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ശരിക്കും നമുക്ക് -20 dB per decade ആണ് എന്ന് പറയാം. അതായത് ഒരു 10 times ഫ്രീക്വൻസി ഡിഫറൻസിന് -20 dB ആയിരിക്കും കുറയുക. അല്ലെങ്കിൽ -6 dB per octave ആണെന്ന് നമ്മൾ പറയും. ഒക്ടേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ദ ഫ്രീക്വൻസി ഡിഫറൻസിന്. അതായത് ഒരു 2 kHz ഇത്രയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 4 kHz വരുമ്പോൾ ഒരു 6 dB കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മളത് എടുക്കുക. അടുത്ത ചോദ്യം. 555 ടൈമർ ബേസിക്കലി കൺസിസ്റ്റ് ഓഫ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ. 555 ടൈമറിനകത്ത് എത്ര കമ്പരാറ്ററുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് 2 കമ്പരാറ്റേഴ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, 3 5 kΩ റെസിസ്റ്റേഴ്സും അല്ലേ, ഇങ്ങനെ 3 റെസിസ്റ്റേഴ്സും ഉണ്ടാവും. പിന്നെ ഇവിടെയായിട്ട് 2 കമ്പരാറ്റേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് ഇതിൽ നിന്ന് വരുന്നതുമായിരിക്കും, ഇതും ഒന്ന് ഇതിൽ നിന്ന് വരുന്നതായിരിക്കും, പിന്നെ വേറെ പുറത്തുനിന്ന് വരുന്നതും. ഓക്കെ, അപ്പോൾ അപ്പർ കമ്പറേറ്റർ ലോവർ കമ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ 555യുടെ ഇൻറ്റേർണൽ പഠിക്കുമ്പോൾ. അടുത്ത ചോദ്യം. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ഫേസ് ഡിറ്റക്ടർ ഇസ്. അപ്പോൾ ഒരു ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കുക? അതായത് ഒരു VCOയ്ക്ക് അകത്താണ് ഈ ഫേസ് ഡിറ്റക്ടറൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ VCOയ്ക്ക് അകത്ത് എങ്ങനെയാണ് ഫേസ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്? ഒരു ഫേസ് ഡിറ്റക്ടർ ഉണ്ട്, പിന്നെ ഒരു ലോ പാസ് ഫിൽട്ടർ ഉണ്ടാവും, പിന്നെ ഉണ്ടാവുക ഒരു VCO ഉണ്ടാവും. അപ്പോൾ ഒരു PLLൻ്റെ അകത്താണ് ഇത് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇവിടെ നിന്നൊരു VCO എന്നൊരു ഫ്രീക്വൻസി ഡിവൈഡർ ഉണ്ടാവും. അവിടെ നിന്നാണ് നമുക്ക് ഫേസ് ഡിറ്റക്ടറിലേക്ക് പോവുക. അപ്പോൾ ഫേസ് ഡിറ്റക്ടറിൽ ഒരു ഇൻപുട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഇൻപുട്ട് ഫ്രീക്വൻസി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രീക്വൻസി ഡിവൈഡറിൽ നിന്നും ഒരു ഫ്രീക്വൻസി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും കൂടെ എററാണ് ഇവിടെ ഉണ്ടാവുക. എററായിട്ട് അത് വോൾട്ടേജ് ആയിട്ടാണ് അത് കൊടുക്കുക.
ഓക്കെ, എറർ വോൾട്ടേജ് കൊടുത്തിട്ട് ലോ പാസ് ഫിൽട്ടർ ചെയ്തിട്ട്, ലോ പാസ് ഫിൽട്ടർ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഹൈ ഫ്രീക്വൻസി നോയ്സ് ഒക്കെ പോകും. എന്നിട്ട് അത് VCOയിലേക്ക് കൊടുക്കും. എന്നിട്ട് അത് വോൾട്ടേജ് ആക്കി, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആണ്. അപ്പോൾ വോൾട്ടേജ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടാക്കും. എന്നിട്ട് ആ ഫ്രീക്വൻസിനെ ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് നോക്കും, ഇവിടെ ഫേസ് ഡിറ്റക്ടറിൽ കൊണ്ടുപോയിട്ട് നോക്കും, ശരിയായോ, പിന്നെയും അത് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എറർ വോൾട്ടേജ് ആണ് അവിടെ കിട്ടുക. ഓക്കെ, എറർ വോൾട്ടേജ് ആണ് ഫേസ് ഡിറ്റക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് പിന്നെ നോൺ ലീനിയർ ഓപ്പാം സർക്യൂട്ട്. നോൺ ലീനിയർ ഓപ്പാം സർക്യൂട്ടിൻ്റെ ഈ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ, ഒരു വോൾട്ടേജ് കമ്പരാറ്റർ, അല്ലെങ്കിൽ ഒരു പ്രിസിഷൻ റെക്ടിഫയർ, അതേപോലെ തന്നെ നമ്മുടെ ഷ്മിറ്റ്, ഇതൊക്കെ നോൺ ലീനിയർ ആണ്. ഇനി നമുക്ക് നോക്കാം ദ ഓപ്പാമ്പ് നെവർ, അല്ലെങ്കിൽ ആക്റ്റീവ് ഫിൽട്ടേഴ്സ്, ഇതൊക്കെ നോൺ ലീനിയർ ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. ഓപ്പാമ്പ് നെവർ സാച്ചുറേറ്റ്സ്, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ, സീറോ ക്രോസിംഗ് ഡിറ്റക്ടറിൽ സാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, സാച്ചുറേഷൻ വോൾട്ടേജിൻ്റെ അവിടേക്ക് പോയിട്ടാണല്ലോ ഇത് മാക്സിമം സപ്ലൈയുടെ മുകളിൽ പോകുന്നുണ്ടാണല്ലോ ഇങ്ങനെ ഔട്ട്പുട്ട് വരുന്നത്. വോൾട്ടേജ് കമ്പറാറ്ററിലും സാച്ചുറേഷൻ നടക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് ലൂപ്പ് ഇസ് നെവർ ഓപ്പൺഡ്, അതും പറയാൻ പറ്റില്ല. ഔട്ട്പുട്ട് ഷേപ്പ് ഇസ് സെയിം ആസ് ഇൻപുട്ട് ഷേപ്പ്, അല്ല. ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് ആ ഷേപ്പിലല്ല ആയിരിക്കും ഔട്ട്പുട്ട്. ഓപ്പാമ്പുമേ സാച്ചുറേറ്റ് ചെയ്യും. ഓക്കെ, അതിനെല്ലാം സാധ്യതയുണ്ട്. ചില നോൺ ലീനിയർ സർക്യൂട്ടിലൊക്കെ സാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട പോലെ ZCDയിൽ വോൾട്ടേജ് കമ്പറാറ്ററിലൊക്കെ സാച്ചുറേറ്റ് ചെയ്യും. അപ്പോൾ നോൺ ലീനിയർ ഓപ്പാമ്പ് സർക്യൂട്ടിൽ ഓപ്പാമ്പുമേ സാച്ചുറേറ്റ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഷ്മിറ്റ് ട്രിഗർ ഷ്മിറ്റിന് എന്ത് ഫീഡ്ബാക്ക് ആണുള്ളത്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അവിടെ ഉള്ളത് കേട്ടോ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ട് തന്നെ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് നമ്മൾ അതിനെ പറയുക. അതിൽ ഹിസ്റ്റെറിസിസ് ഉണ്ടാവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക, ഹിസ്റ്റെറിസിസ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ ലോക്ക്ഡ് സ്റ്റേറ്റ് ഓഫ് PLL ഫേസ് എറർ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക PLL. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രീക്വൻസിയിലേക്ക് എത്തി, രണ്ടും ഒരേ ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാണ് ലോക്ക് ചെയ്യുക എന്ന് പറയാം നമ്മൾ, അല്ലേ? ഏകദേശം ഒരേ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ അപ്പോൾ ഫേസ് എറർ എത്രയായിരിക്കും? ഏറ്റവും മിനിമം ആയിരിക്കണം, അല്ലേ? നമ്മളിപ്പോൾ കണ്ട ഡയഗ്രാം വെച്ചിട്ട്, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് മിനിമം ആയിരിക്കണം ഫേസ് എറർ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫോർ an integrating circuit to be effective RC product should be. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റർ, RC ഇൻ്റഗ്രേറ്ററിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. RC ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCയുടെ ടൈം കോൺസ്റ്റൻ്റ് ഉണ്ട്, ഒരു ടൈം കോൺസ്റ്റൻ്റ് ഉണ്ടാവും. RC ടൈം കോൺസ്റ്റൻ്റ് ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ടോ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 16T എന്നാണ് നമ്മൾ പറയാം. T എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് വേവിൻ്റെ ടൈം പീരീഡ്. ഓക്കെ, ഇൻപുട്ടിൻ്റെ ടൈം പീരീഡിനേക്കാളും 16 എങ്കിലും കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 10 ടൈംസ് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ നമുക്ക് അതെടുക്കാം. ഓക്കെ, ടോ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, ഇതാണ് എങ്ങനെ, ഇൻ്റഗ്രേറ്ററിൽ. ഓക്കെ, ഡിഫറൻഷിയേറ്റർ ആയിരുന്നെങ്കിലോ, ഡിഫറൻഷിയേറ്റർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0.0016T എന്നാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The decimal equivalent of 11011.01 to the base 10 is. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെസിമൽ ഇക്വലൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡെസിമൽസിലാണെങ്കിൽ ഡെസിമൽ പോയിന്റിന് അവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ഇത് മൊത്തം ഞാൻ എഴുതാം. അതായത് ഇവിടെ എങ്ങനെയായിരിക്കും? ഇത് 2⁻0 ഇൻറ്റു 2⁻0 ആണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും എന്നറിയോ? 2⁻−1 ആയിരിക്കും. ഇതിൻ്റെ 2⁻2 ആയിരിക്കും. ഇത് ഇങ്ങോട്ടല്ലേ പോകുന്നത്, അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 2⁻1, ഇവിടെ 2⁻2 ആയിരിക്കും. അതില്ല, 0 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. 2 ക്യൂബ് ഇവിടെ ഇൻറ്റു 2⁻4. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0ൻ്റെ അവിടെ ഇതില്ല കേട്ടോ. അപ്പോൾ 1 ഇൻറ്റു 2⁻2, അതായത് 1/4 എന്നാണ് വരാൻ പോകുന്നത്. അതായത് 0.25 എന്ന് വരും. അപ്പോൾ 0.25 ഉള്ള ഇതോ ആണ് ഉത്തരം എന്ന് മനസ്സിലായി. 54 ആണോ 27 ആണെന്ന് കണ്ടുപിടിക്കണം. 54 ആണോ 27 ആണെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പപ്പണി എന്താ? ദേ ഇവിടെ ഒന്ന് ഓടാണോ ഒന്ന് ഈവനാണ്. ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് 0 ആയിരിക്കും. ഓക്കെ, ഇത് പക്ഷേ 1 ആണ്. 1 ആയതുകൊണ്ട് തന്നെ അത് ഓഡ് നമ്പറാണ്, അത് 27 ആണ്. ഓക്കെ, അപ്പോൾ 27.25 to the base 10 ആണ് ഡെസിമൽ ഇക്വലൻ്റ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി നമ്മൾ ഇത് to the base 2 ആണ് കേട്ടോ. ഇത് ബൈനറി നമ്പർ ആണല്ലോ. അടുത്ത ചോദ്യം, a device which converts BCD to 7 segment. BCDനെ 7 segment ആക്കുന്നത് ആരാണ്? അപ്പോൾ BCD എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം BCDയിൽ ഇപ്പോൾ 0 to 9 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. BCD നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1000 എന്നുണ്ടെന്ന് വിചാരിക്കുക.
അതിനെ എന്താക്കി മാറ്റണം? 7 സെഗ്മെന്റ് ആക്കി മാറ്റണം. 8 ആണിത് അല്ലേ? 8 എന്നുള്ളതിനെ ഇങ്ങനത്തെ ഒരു 7 സെഗ്മെന്റ് ആക്കി മാറ്റണം. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു എൻകോഡർ ആണോ? ഇവിടെ എൻകോഡിംഗ് ആണോ നടക്കുന്നത്? അല്ല, എൻകോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനത്തിനെ ഡീകോഡ് ചെയ്ത് എടുക്കുകയാണ്, 8 എന്നാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഡീകോഡർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40. The simplification of the Boolean expression a bar b c bar the whole bar plus a b bar c the whole bar is. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് വരിക? എ ബാർ ഇൻറ്റു ബി ഇൻറ്റു സി ബാർ ദ ഹോൾ ബാർ പ്ലസ് എ ബി ബാർ സി ദ ഹോൾ ബാർ. അപ്പം നമുക്ക് ഇതൊന്ന് ഡീമോർഗനൈസ് ചെയ്യാം. ഈ ടേം ഡീമോർഗനൈസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എ ബാർ ബാർ എന്ന് കിട്ടും അല്ലേ? ഇൻറ്റു എന്നുള്ളത് പ്ലസ് ആയി മാറും. പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ ബാർ പ്ലസ് ഇവിടെ എന്ത് വരും? രണ്ടാമത്തെ ടേമിൽ എന്ത് വരും? എ ബാർ പ്ലസ് ബി ദ ഹോൾ ബാർ പ്ലസ് സി ബാർ. ഓക്കെ, അപ്പം എ ബാർ ബാർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. പ്ലസ് ബി ബാർ പ്ലസ് സി പ്ലസ് എ ബാർ പ്ലസ് ബി പ്ലസ് സി ബാർ എന്ന് എഴുതാം. അപ്പം എ പ്ലസ് എ ബാർ ഉണ്ട്, എ പ്ലസ് എ ബാർ 1 ആണ്. ഓക്കെ, ബി പ്ലസ് ബി ബാർ ഉണ്ട്, അതും 1 ആണ്. സി പ്ലസ് സി ബാർ ഉണ്ട്, അതും 1 ആണ്. അപ്പോൾ 1 + 1 + 1 1 ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The soap form of a plus c into a b bar plus a c into a bar c bar plus b bar is. എന്താണ് സോപ്പ് ഫോം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ ഇവിടെ നിന്നൊരു എ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയുന്നുണ്ട് അല്ലേ? അവിടെ നിന്നൊരു എ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ബാർ പ്ലസ് സി എന്നായി മാറും. ഇതിനെ എ പ്ലസ് സി എന്ന് എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ എ പ്ലസ് സി ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? അത് എ തന്നെയല്ലേ? നമ്മൾ അങ്ങനെ ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്, അബ്സോർപ്ഷൻ ലോ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് എ തന്നെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം? എ ഇൻറ്റു ബി ബാർ പ്ലസ് സി, അതായത് ഈ ടേം, പിന്നെ ഈ ടേമും കൂടെ എഴുതണം. എ ബാർ സി ബാർ പ്ലസ് ബി ബാർ എന്നും എഴുതാം. അപ്പോൾ എന് ഇവിടെ അകത്തേക്ക് എടുക്കുകയാണ്. എ ബി ബാർ പ്ലസ് എ സി എന്ന് വരും, ഇൻറ്റു എ ബാർ സി ബാർ പ്ലസ് ബി ബാർ എന്ന് വരും. ഇനി എ ബി ബാറിനെ ഇത് ഓരോന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എ ബി ബാർ ഇൻറ്റു എ ബാർ സി ബാർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എയും ഉണ്ട് എ ബാറും ഉണ്ട്, അപ്പോൾ 0 വരും കേട്ടോ. പ്ലസ് എ ബി ബാർ പ്ലസ് ഇൻറ്റു ബി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ബാർ എന്ന് തന്നെ വരും. പ്ലസ് ഇനി എ സി ബാറിനെ രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. എ സി ബാർ എ സി ഇൻറ്റു എ ബാർ സി ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 ആണ്. എ ഇൻറ്റു എ ബാർ വന്നു, സി ഇൻറ്റു സി ബാർ വന്നു, 0 ആണ്. പ്ലസ് എ സി ഇൻറ്റു ബി ബാർ എന്ന് വരും. അപ്പോൾ എന്തൊക്കെ ടേംസാണ് ഉള്ളത്? എ ബി ബാർ ഉണ്ട്, എ ബി ബാർ ഉണ്ട്, എ ബി ബാർ സി ഉണ്ട്, എ ബി ബാർ സി ഉണ്ട്. അപ്പോൾ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. The gates required to build a half adder are. ഹാഫ് ആഡർ വേണ്ട ഗേറ്റുകൾ ഏതൊക്കെയാണ്? എക്സോറും നോറും ആണോ? അല്ല. എക്സോറും ഓറും ആണോ? അല്ല. എക്സോറും ആൻഡും ആണോ? അതെ അല്ലേ? ഹാഫ് ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സോർ ബി ആണ്. ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ആണ്. ഓക്കെ, അപ്പം ആൻഡും വേണം എക്സോറും വേണം. ഓക്കെ, അടുത്ത ചോദ്യം. Dash logic family has low power dissipation and Dash has excellent noise immunity. ECL TTL, RTL HTL, RTL DTL, TTL RTL. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ CMOS ഒക്കെ തന്നിരുന്നെങ്കിൽ ലോ പവർ ഡിസിപ്പേഷൻ CMOS എടുക്കാം. ഓക്കെ, നോയ്സ് ഇമ്മ്യൂണിറ്റിയും CMOSന് കൂടുതലാണ്. പക്ഷേ ഇവിടെ അതൊന്നും അല്ല തന്നിട്ടുള്ളത്. ഫുൾ ട്രാൻസിസ്റ്റർ ലോജിക്കുകളുടെ പല പല കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അതിൽ തന്നെ ECL ലോ പവർ ഡിസിപ്പേഷൻ ആണോ? അല്ല. ECL സ്പീഡിനാണ് കൂടുതൽ, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. ഇനി RTL HTL നോക്കിക്കഴിഞ്ഞാൽ HTL ഹൈ ത്രഷോൾഡ് ലോജിക് എന്ന് പറയുന്ന സംഭവം നല്ല നോയ്സ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ HTL ഇവിടെ വരും. അപ്പോൾ ഇതിന് RTL ആയിരിക്കും. ഇതിൽ തന്നിട്ടുള്ളതിൽ ഉചിതമായ ഉത്തരം RTL HTL ആണ് കേട്ടോ. അപ്പോൾ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. Why is a pull-up resistor needed when connecting TTL logic to CMOS logic? അപ്പോൾ എന്തിനാണ് TTLനെ CMOSലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പുള്ളപ്പ് റെസിസ്റ്ററിൻ്റെ ആവശ്യം? പുള്ളപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈ വോൾട്ടേജിലേക്ക് കൊടുക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ്. മിക്കവാറും പുള്ളപ്പ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ട് VDDയിലേക്കായിരിക്കും അല്ലേ പുള്ളപ്പ് ചെയ്യുന്നത്.
അപ്പോൾ ഇൻക്രീസ് ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഓക്കെ, ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വോൾട്ട് വരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പുള്ളപ്പാണ് നമ്മൾ കൊടുക്കുക. പുൾ ഡൗൺ നമ്മൾ എന്തിനായിരിക്കും കൊടുക്കുന്നത്? പുൾ ഡൗൺ റെസിസ്റ്റർ നമ്മളെപ്പോഴും താഴെ ഗ്രൗണ്ടിലേക്കാണ് കൊടുക്കുക. ഓക്കെ, അതെന്തിനായിരിക്കും? അപ്പം നെഗറ്റീവ് സീറോയിലേക്ക് മറ്റേ ലോ വോൾട്ടേജ് എന്ന് പറയുന്ന ഡിജിറ്റലിലെ ലോ വോൾട്ടേജിലേക്ക് ലോജിക് ലോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിക്രീസ് ദ ഔട്ട്പുട്ട് ലോ വോൾട്ടേജിനായിരിക്കും നമ്മൾ അത് കൊടുക്കുക. ഓക്കെ, പുൾ ഡൗൺ കൊടുക്കുക, പുൾ അപ്പ് ഇൻക്രീസ് ദ ഹൈ വോൾട്ടേജ്. അടുത്ത ചോദ്യം, എ ബേസിക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ ക്രോസ് കപ്ലിംഗ് വിച്ച് ലോജിക് ഗേറ്റ്സ്? ഓക്കെ, അപ്പോൾ ഏതൊക്കെ ലോജിക് ഗേറ്റ്സ് ക്രോസ് കപ്പിൾ ചെയ്താലാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ബേസിക് ലോജിക് ഗേറ്റ്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഓർ നോട്ടാണ്. പക്ഷേ ആൻഡ് ഓർ നോട്ടൊന്നും ക്രോസ് കപ്പിൾ ചെയ്ത് അത് കിട്ടൂല, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടില്ല. അപ്പോൾ ശരിക്കും നാൻഡ് നോറുമാണ് എക്സോർ ചെയ്യേണ്ടത്. അത് യൂണിവേഴ്സൽ ഗേറ്റുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഗേറ്റുകളാണെന്നാണ് നമ്മൾ പറയുക. ബേസിക് ഗേറ്റ് എന്ന് പറയില്ല. പക്ഷെ എന്നാലും ഈ ചോദ്യം ക്യാൻസലായി പോയിട്ടൊന്നുമില്ല. അപ്പം നോറും നാൻഡും ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അതെങ്ങനെ വരുന്നത് നമുക്കൊന്ന് വേഗം നോക്കിയാലോ. ബേസിക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ലാച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് നാൻഡ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്രോസ് കപ്പിൾ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് S ബാർ ആണെന്നും ഇത് R ബാർ ആണെന്നും പിന്നെ നമ്മൾ എന്ത് പറയും? ഇതിനെ ഇത് Q ബാർ ആണെന്നും പറയും. ഇപ്പോൾ ക്ലോക്കും കൂടെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളിവിടെ നാൻഡുകളും കൂടെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ക്ലോക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ എസും ആറും കൊടുത്താൽ മതി. എസും ആറും കൊടുക്കുന്നതോടുകൂടി നാൻഡും കൂടെ കൊടുത്തതോടുകൂടി S ബാറും R ബാറും വരുമല്ലോ. ക്ലോക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിക്കോളും. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ക്രോസ് കപ്പിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ Q ബാറും വരും. അപ്പോൾ നാൻഡ് വെച്ച് ഇങ്ങനെയാണ് ചെയ്യുക. അതേപോലെ തന്നെ നോർ വെച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. പക്ഷേ എസും ആറും നമ്മൾ ആറിനും എസിനും ഇവിടെ കൊടുക്കും. ഓക്കെ, Q ബാറും ആണ്. ഓക്കെ, Q ബാറും ഇങ്ങനെ കിട്ടും. ഇനി ക്ലോക്ക് ഉപയോഗിച്ച്, ഇത് ലാച്ചാണ്, ക്ലോക്കും കൂടെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് ഉപയോഗിച്ചിട്ട് ക്ലോക്ക് കൂടെ. ഓക്കെ, ക്ലോക്ക് കൊടുക്കും, ഇവിടെ ആറ് കൊടുക്കും, ഇവിടെ എസ് കൊടുക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ നോറ് കൊടുത്തിട്ട് ക്രോസ് കപ്പിൾ ചെയ്യും. Q ബാർ നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ നോറും നാൻഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേസിക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ക്രോസ് കപ്പിൾ ചെയ്തിട്ട്. അടുത്ത ചോദ്യം, ദ ഔട്ട്പുട്ട് F ഓഫ് ദി ഗിവൺ ലോജിക് സർക്യൂട്ട് ഈസ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ F എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? X XOR Y ഉണ്ട് ഇവിടെ. ഓക്കെ, X XOR Y കിട്ടും. ഇവിടെ എന്താണ് വരുന്നത്? X XOR Y തന്നെ വരും. എന്നിട്ട് അത് എക്സ്നോറിയും സെഡുമായിട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻറ്റു ആൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്ത്? X XOR Y XNOR Z. ഓക്കെ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ XOR Y എന്ന് പറഞ്ഞാൽ XY ബാർ പ്ലസ് X ബാർ Y ഒക്കെ ചെയ്ത് വരുമ്പോൾ സമയമെടുക്കും. നമുക്ക് ലെസ് ദാൻ 1 മിനിറ്റ് ആണ് ഉള്ളത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നറിയോ? XYZ ഇങ്ങോട്ട് എഴുതുക, X ബാർ Y കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ടേമിനെ നമുക്ക് വല്ല A എന്ന് എടുക്കുക എന്ന് വയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആൻഡ് ചെയ്തിട്ടല്ലേ F വരാൻ പോകുന്നത്. അപ്പോൾ F കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വരുന്നു നമുക്ക് വേഗം ഒന്ന് നോക്കി നോക്കാം. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഓക്കെ, ഇതിൽ ഇതിൽ തന്നെ ആൻഡ് ചെയ്യുമ്പോൾ എപ്പോഴാണ് 1 വരാൻ സാധ്യതയുള്ളത്? ഇത് രണ്ടും 1 ആകുമ്പോൾ മാത്രം അല്ലേ. അപ്പോൾ ഇത് 1 ആവുന്ന കേസ് മാത്രം എടുത്താൽ മതി. X XOR Y 1 ആവുന്നത് എപ്പോഴാണ്? ഈ കേസിൽ 1 ആവും അല്ലേ. ഇവിടെ എങ്ങനെ? X XOR Y Y ആണ്, സോറി ഇത് 0 ആണ്. X XOR Y എന്ന് പറഞ്ഞാൽ 0 XOR 1. ഇവിടെ 1 ആയി, ഇവിടെയും 1 ആയി, ഇനി ഇവിടെയും 1 ആയി, ഇവിടെയും 1 ആയി.
ഓക്കെ, എങ്ങനെ മനസ്സിലായി? ഇതിൽ ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, XOR അല്ലേ. അപ്പോൾ 0 XOR 1 ദേ ഇവിടെ 1 ആവും, ഇവിടെ 1 ആവും. 0 XOR 1, 1 XOR 0 1 ആയി, 1 XOR 0യും 1 ആവും. 1 XOR 1 ഒന്നും അവിടെ ഒന്നും 1 ആവൂല. ഓക്കെ, ഈ ഭാഗത്തെ മാത്രം ഈ A എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാം. A എന്ന് പറഞ്ഞാൽ എന്താണ്? X XOR Y XNOR Z ആണ്. അതായത് ഇതും Z കൂടെ XNOR ചെയ്യണം. അപ്പോൾ 0യും 1ഉം കൂടെ XNOR ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ പോണത്? 0 ആണ്. 1ഉം 1ഉം കൂടെ XNOR ചെയ്തപ്പോൾ 1 കിട്ടി. വീണ്ടും 1ഉം 1ഉം കൂടെ XNOR ചെയ്തപ്പോൾ വീണ്ടും ഒരു 1 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേംസ് മാത്രമേ F1 തരുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെയും വരില്ല, 0യും 1ഉം കൂടെയാണ് XNOR ചെയ്യുന്നത്, അപ്പോൾ 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസ് മാത്രമേ ഔട്ട്പുട്ട് 1 തരുന്നുള്ളൂ. അതായത് ഈ ടേംസ് എന്തൊക്കെയാണ്? ഇവിടെ 0 1 1 ആണ്, അതായത് ഇത് X ബാർ Y Z ആണ്. ഇത് 1 0 1 ആണ്, X Y ബാർ Z ആണ്. അപ്പോൾ X ബാർ Y Z പ്ലസ് X Y ബാർ Z ആണ് F എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആൻസർ. മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ചോദ്യം. The flash type A to D converter are called parallel non-inverting A to D converter. Non-inverting inverting ഒന്നും അല്ല, അത് കമ്പാരേറ്റേഴ്സ് ആണ് അല്ലേ? നമുക്കറിയാം ADC ഫ്ലാഷ് ടൈപ്പ് ആണെങ്കിൽ കുറേ കമ്പാരേറ്റേഴ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. കമ്പാരേറ്റർ ടൈപ്പ് ആണ്, പാരലൽ ടൈപ്പ് ആണെന്നൊക്കെ നമ്മൾ പറയും, ഫാസ്റ്റസ്റ്റ് ആണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പാരലൽ കൗണ്ടർ A to D ആണോ? അല്ല. പാരലൽ ഇൻവേർട്ടിംഗ് A to D ആണോ? അല്ല. പാരലൽ കമ്പാരേറ്റർ A to D കൺവേർട്ടർ ആണ് ഫ്ലാഷ് ടൈപ്പ് കേട്ടോ. അടുത്ത ചോദ്യം. In a microprocessor, address of the next instruction to be executed is stored in address latch ആണോ? അല്ല. general purpose register ആണോ? അല്ല. temporary data register ആണോ? അല്ല. program counter ആണ് ആൻസർ. അടുത്ത ചോദ്യം which of the following instruction is not valid? നമ്മൾ നോക്കാം. move AX, BX അത് വാലിഡ് ആണ് അല്ലേ? BX ലെ കണ്ടൻസ് AX ലേക്ക് മൂവ് ചെയ്യും. move DS, 5000 ഇത് വാലിഡ് ആണോ? അല്ല. ഡാറ്റ സെഗ്മെന്റിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല നമ്മൾ മൂവ് ചെയ്യുക. മൂവ് AX, 5000 കുഴപ്പമില്ല, പുഷ് AXും കുഴപ്പമില്ല. B ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത് കമ്പ്യൂട്ടർ മെമ്മറി വിച്ച് ഇസ് യൂസ്ഡ് ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ കറന്റ്ലി ബീയിങ് പ്രോസസ്ഡ് ബൈ CPU ഈസ്. ശരിക്കും ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസും ഡാറ്റയൊക്കെ കറന്റ്ലി സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. മാസ് മെമ്മറി ആണോ? അല്ല. റാം ആണോ? റാം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. അതിലും നല്ല ഉത്തരം ഉണ്ടോ നോക്കാം. നോൺ വോളറ്റൈൽ മെമ്മറി അങ്ങനെ അല്ല. പ്രോം അതുമല്ല, റാം ആണ്. അപ്പോൾ ഉള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം റാം ആണ്. ഓക്കെ, ശരിക്കും ഈ പ്രോഗ്രാംസും ഇപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ ക്യാഷയിലാണ് സ്റ്റോർ ചെയ്യുക, അത് റാം തന്നെയാണെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലേ? അടുത്ത ചോദ്യം. A system is said to be shift invariant only if. ഷിഫ്റ്റ് ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റുകളെല്ലാം ഔട്ട്പുട്ടിലും അതേ ഷിഫ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് ഷിഫ്റ്റ് ഇൻവേരിയന്റ് എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് മാറിയാൽ ഔട്ട്പുട്ടും മാറും, അതേ തരത്തിൽ തന്നെ മാറും. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഷിഫ്റ്റ് ഇൻവേരിയന്റ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ഇൻ ദി ഇൻപുട്ട് സിഗ്നൽ ഓൾസോ റിസൾട്ട്സ് ഇൻ ദി കറസ്പോണ്ടിങ് ഷിഫ്റ്റ് ഇൻ ദി ഔട്ട്പുട്ട്. ഇതാണ് കറക്റ്റ്. ഇനി ബാക്കി കൂടെ വായിച്ചു നോക്കാം. ഷിഫ്റ്റ് ഇൻ ദി ഇൻപുട്ട് സിഗ്നൽ ഡസ് നോട്ട് എക്സിബിറ്റ്, ഇത് ശരിയാവില്ല. shifting level does not vary in an output as well as output, അതുമല്ല. shift at input does not affect the output, അതുമല്ല. അപ്പോൾ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. atmospheric noise become less severe at frequencies. atmospheric noise less severe ആവുന്ന ഫ്രീക്വൻസി ഏതാണ്? below 30 megahertz ആണോ? അല്ല. above 30 megahertz ആണ് കേട്ടോ. above 30 gigahertz അല്ല, below 30 gigahertz അല്ല. above 30 megahertzലാണ് atmospheric noise less severe ആവുന്നത്. അടുത്ത ചോദ്യം. A 2 GHz carrier is DSB-SC modulated. DSB-SC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആണ്. മോഡുലേറ്റഡ് ബൈ എ ലോ പാസ് മെസ്സേജ് സിഗ്നൽ വിത്ത് മാക്സിമം ഫ്രീക്വൻസി 1 megahertz. The resultant signal is to be ideally sampled. The minimum frequency of the sampling impulse train should be. അപ്പോൾ 2 GHz കാരിയർ ഉണ്ട് കേട്ടോ. ഇത് 2 GHz കാരിയർ ആണ്. അപ്പോൾ ഇപ്പുറത്തും സിഗ്നൽസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ മൊത്തം ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 1 megahertz ആണ് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1 megahertzും 1 megahertzും മൊത്തം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 megahertz ഉണ്ടാവും. പക്ഷെ അതൊന്നും അല്ല ചോദ്യം. മിനിമം ഫ്രീക്വൻസി ഓഫ് സാമ്പിളിംഗ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ മൊത്തം ഇത് കഴിഞ്ഞതിന് ശേഷം, മോഡുലേഷൻ കഴിഞ്ഞതിന് ശേഷം
ഉണ്ടാവുന്ന സിഗ്നലിനെയാണ് നമ്മൾ പിടിച്ചിട്ട് വീണ്ടും സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ നൈക്യൂസ് റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ്? എല്ലാം കഴിഞ്ഞിട്ടുള്ള മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് 2 ടൈംസ് ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് ഈ നൈക്യൂസ് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. നൈക്യൂസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2fs ആണ്. ഓക്കെ, അപ്പോൾ 2fm എന്ന് പറയാം, മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നലിനെയാണ് ഇൻറ്റു 2 ചെയ്താലാണ് നൈക്യൂസ് റേറ്റ് കിട്ടുക. അപ്പോൾ ഈ സിഗ്നലിൻ്റെ, ഈ മെസ്സേജ് സിഗ്നലിൻ്റെ മെസ്സേജിനെ അല്ല നമ്മൾ സാമ്പിൾ ചെയ്യുന്നത്, മെസ്സേജിനെ മോഡുലേറ്റ് ചെയ്തിട്ടാണ് സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ മോഡുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടാൻ പോകുന്നത്? 2 GHz കഴിഞ്ഞിട്ട് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഇവിടെ എത്രയാണ് വരുന്നത്? 2 GHz എന്ന് പറഞ്ഞാൽ 2000 MHz ആണ് അല്ലേ. 2000 MHz പ്ലസ് 1 MHz, അതായത് 2001 MHz ഹയസ്റ്റ് ഫ്രീക്വൻസി വരാൻ പോകുന്നത്. അതിൻ്റെ ഇൻറ്റു 2 എന്ന് വെച്ചാൽ 2001 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4002 MHz, അല്ലെങ്കിൽ അതിനെ 4.002 GHz എന്ന് നമുക്ക് പറയാം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, in a BPSK signal detector, local oscillator has a fixed phase error of 40 degree. This phase error deteriorates at the SNR at the output by a factor of. ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട സംഭവം തന്നെയാണ്. ഫേസ് എറർ തീറ്റയാണെങ്കിൽ മറ്റേ SNR, ഔട്ട്പുട്ട് SNR എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് കോസ് സ്ക്വയർ തീറ്റ ഡിറ്റോറേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ കോസ് സ്ക്വയർ 40 ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം, കംപ്രഷൻ ഇൻ PCM റെഫേഴ്സ് ടു റിലേറ്റീവ് കംപ്രഷൻ ഓഫ്. അപ്പോൾ പൾസ് കോഡ് മോഡുലേഷൻ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ലോവർ സിഗ്നൽ ഫ്രീക്വൻസിനെ കംപ്രസ് ചെയ്യുന്നതാണോ, ലോവർ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡിനെയാണോ കംപ്രസ് ചെയ്യുന്നത്, ഹയർ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡിനെയാണോ കംപ്രസ് ചെയ്യുക, ഹയർ സിഗ്നൽ ഫ്രീക്വൻസിനെയാണോ കംപ്രസ് ചെയ്യുക? ഹയർ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡിനെയാണ് ഇവിടെ കംപ്രസ് ചെയ്ത് അയക്കുന്നത് കേട്ടോ. അപ്പോൾ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡിനെയാണ് കംപ്രസ് ചെയ്യുന്നത് PCM-ൽ. ഓക്കെ, അതൊന്ന് അറിഞ്ഞു വെക്കുക. അടുത്ത ചോദ്യം, Fraunhofer field of an antenna varies with distance r as. അപ്പോൾ Fraunhofer field, Fresnel field എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? Fresnel field എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആന്റിന ഉണ്ട്, അതിൻ്റെ ഏറ്റവും നിയർ ഫീൽഡിനെയാണ് Fresnel field എന്ന് പറയുന്നത് അല്ലേ. നിയർ ഫീൽഡും ഇതിൻ്റെ ഇന്റർമീഡിയറ്റ് ഫീൽഡിനെയും ഫ്രെനൽ എന്ന് തന്നെ പറയും. ഓക്കെ, ഇതിനെയൊക്കെ ഫ്രെനൽ ഫീൽഡ് എന്ന് പറയും. ദൂരേക്ക് പോകും തോറും ഫാർ ഫീൽഡിനെയാണ് നമ്മൾ ഫ്രാനോവർ ഫീൽഡ് എന്ന് പറയുക. ഫ്രാനോവർ ഫീൽഡിൽ ഫീൽഡും ഡിസ്റ്റൻസ് 6 വെച്ചിട്ട് എങ്ങനെയാണ് ഇതിങ്ങനെ ദൂരേക്ക് പോകും തോറും ഡിസ്റ്റൻസ് 6 വെച്ചിട്ട് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ 1/r ആണ്. അപ്പോൾ ഫീൽഡ് 1/r, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ 1/r വെച്ചിട്ടാണ് വേരി ചെയ്യുക. ഇനി പവർ ഡെൻസിറ്റി ആയിരുന്നെങ്കിൽ അത് ഇറ്റ് വേരീസ് ആസ് 1/r². കേട്ടോ. അടുത്ത ചോദ്യം, ഡിസൈൻ ഓഫ് ഒപ്റ്റിമം ഇക്യൂറിപ്പിൾ ലീനിയർ ഫേസ് FIR ഫിൽട്ടർ യൂസസ്. അപ്പോൾ ഒപ്റ്റിമം, ഇക്യൂറിപ്പിൾ എന്നൊക്കെ കാണുമ്പോൾ തന്നെ, ഇക്യൂറിപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഈ സംഭവം ഓർമ്മ വരണം കേട്ടോ, നമ്മുടെ ചെബിഷേവിൻ്റെ. അപ്പോൾ അത് ലീനിയർ ഫേസും FIR ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെബിഷേവ് ആണ്. ബട്ടർവർത്ത് അല്ല. ബട്ടർവർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പിളൊന്നും ഇല്ല. ഓക്കെ, അവിടെ ഇക്യൂറിപ്പിൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചെബിഷേവ് ആണ് അവിടെ വരുന്നത്, ഹാമിങ് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഇസ് അഡോപ്റ്റഡ് ഇൻ ഹൈ ഫ്രീക്വൻസി ആൻറ്റിനാസ്? HF ആൻറ്റിനാസിൽ ഏത് മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അയോണോസ്ഫെറിക് ആണോ, ഗ്രൗണ്ട് വേവ് ആണോ, ട്രോപ്പോസ്ഫെറിക് ആണോ, സ്കൈ വേവ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അയോണോസ്ഫെറിക് പ്രൊപ്പഗേഷൻ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക കേട്ടോ, ഹൈ ഫ്രീക്വൻസി ആൻറ്റിനാസിൽ. അടുത്ത ചോദ്യം, ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി ചാനൽ യൂസ്ഡ് ഇൻ ഹോപ്പ് സെറ്റ് ഈസ് കോൾഡ്. ഹോപ്പ് സെറ്റ് അപ്പോൾ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹോപ്പ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോപ്പിംഗ് ഉണ്ടല്ലോ, ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം പഠിക്കുന്നുണ്ടല്ലോ സ്പ്രെഡ് സ്പെക്ട്രത്തിൽ. ആ ഫ്രീക്വൻസി ഹോപ്പിങ്ങിൽ പറ്റാവുന്ന സെറ്റ് ഓഫ് പോസിബിൾ കരിയർ ഫ്രീക്വൻസീസിനെയാണ് ഈ ഹോപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ആ സെറ്റിനെയാണ് ഹോപ്പ് സെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി ചാനൽ യൂസ്ഡിന്, ആ സമയത്ത് ഉപയോഗിക്കുന്ന ബാൻഡ്വിഡ്ത്തിന് എന്താണ് പറയുക? ഇൻസ്റ്റന്റേനിയസ് ബാൻഡ്വിഡ്ത്ത് എന്നാണ്. ഇനി ഈ ടോട്ടൽ ഹോപ്പിംഗ് ബാൻഡ്വിഡ്ത്ത് പറയുന്ന സാധനം എന്താ അറിയോ? ഈ മൊത്തം ഈ ഹോപ്പിംഗ് നടക്കുന്ന സ്പെക്ട്രത്തിൽ ഹോപ്പിംഗ് നടക്കുന്ന കംപ്ലീറ്റ് ബാൻഡ്വിഡ്ത്ത് ഉണ്ടല്ലോ, അതിനെയാണ് ഈ ടോട്ടൽ ഹോപ്പിംഗ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ്വിഡ്ത്ത് ഓഫ് സ്പെക്ട്രം ഓവർ വിച്ച് ഹോപ്പിംഗ് ഒക്കേഴ്സ്, അതിനെയാണ് ടോട്ടൽ ഹോപ്പിംഗ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ ചാനൽ, അപ്പോൾ യൂസ് ചെയ്യുന്ന ചാനലിൻ്റെ ഹോപ്പ് സെറ്റിൽ നിന്നുള്ള ഏത് ചാനലിനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ യൂസ് ചെയ്യുന്ന ചാനലിൻ്റെ ബാൻഡ്വിഡ്ത്തിനെയാണ് ഇൻസ്റ്റന്റേനിയസ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ ആ ബാൻഡ്വിഡ്ത്ത് മാറും അല്ലേ, വേറൊരു ഫ്രീക്വൻസിയിലേക്ക് അത് ഹോപ്പ് ചെയ്യുമ്പോൾ വേറെ ഫ്രീക്വൻസിയിലേക്ക് മാറും. അപ്പം ഉപയോഗിക്കുന്ന മൊത്തം ബാൻഡ്വിഡ്ത്തിൻ്റെ സ്പെക്ട്രത്തിനെയാണ് ടോട്ടൽ ഹോപ്പിംഗ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, dash of TDMA system is a measure of percentage of transmitted data that contains information as opposed to providing overhead for the access
scheme. അപ്പോൾ measure of percentage of transmitted data that contains information ന്റെ അതിന്റെ മെഷർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് മീൻ ആണോ? അല്ല. ഫിഗർ ഓഫ് മെറിറ്റ് അല്ല. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അല്ല. എഫിഷ്യൻസി ആണ് കേട്ടോ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ടിൽ എന്താണോ നമുക്ക് കിട്ടുന്നത്, ഓക്കെ, ട്രാൻസ്മിറ്റഡ് ഡാറ്റയിൽ മൊത്തത്തിൽ ഉള്ളതിൽ എന്തോരം ഇൻഫർമേഷൻ ഉണ്ട് ഡിവൈഡഡ് ബൈ മൊത്തം പോകുന്നതിൻ്റെ ഇത്, അതാണ്. അപ്പോൾ എഫിഷ്യൻസി ആണ് അവിടെ ഇത് തരുന്നത് കേട്ടോ. അതാണ് മെഷർ. അടുത്ത ചോദ്യം, ഇഫ് ദ ലെങ്ത് ഓഫ് ദി ഇൻട്രിൻസിക് റീജിയൻ ഇൻ ഇമ്പാക്ട് ഡയോഡ് ഒക്കെ നമ്മൾ മൈക്രോവേവിൽ പഠിക്കുന്നതാണ് കേട്ടോ, ഇസ് 4 മൈക്രോമീറ്റർ ആൻഡ് ദ കാരിയർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് 10⁷ സെന്റിമീറ്റർ പെർ സെക്കൻഡ്, ദെൻ ദ നോമിനൽ ഫ്രീക്വൻസി ഓഫ് ദി ഡയോഡ് ഈസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വി ഡി എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ഇൻട്രിൻസിക് റീജിയൻ എൽ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വി ഡി ബൈ 2L ആണ് ശരിക്കും നോമിനൽ ഫ്രീക്വൻസി FN എന്ന് പറയുന്നത് കേട്ടോ, ഇമ്പാക്ട് ഡയോഡിൻ്റെ. അപ്പോൾ വി ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁷ ആണ്, ഡിവൈഡഡ് ബൈ 2 × 4 മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ പറയുമ്പോൾ 10⁻⁻6 ആവും. ഇവിടെ 10⁻⁷ സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കി കഴിഞ്ഞാൽ × 10⁻⁻² മീറ്റർ പെർ സെക്കൻഡ് ആവും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ഹേർട്സിലാണ് നമുക്ക് എഴുതേണ്ടി വരിക. അപ്പോൾ ഇവിടെ 10ന്റെ പവേഴ്സ് ഒക്കെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ 7 - 2 5, ഇത് 6 - 6 മുകളിലേക്ക് വരും, അപ്പോൾ 11 ആവും. 10⁻11/8 എന്ന് വരും. ഇത്രയും ഹേർട്സ് ആണ്. അപ്പോൾ 10⁻11 എന്ന് പറയുമ്പോൾ 100 × 10⁻9 എന്ന് എഴുതിക്കൂടെ? 100/8 എത്രയാണ്? 12.5 ആണ്. ഇൻറ്റു 10⁻9 നമുക്ക് ജിഗ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 12.5 GHz ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, a forward voltage can be applied to an SCR after its. അപ്പോൾ ഫോർവേഡ് വോൾട്ടേജ് എപ്പോഴാണ് SCRൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? അപ്പോൾ ആദ്യം അതിനെ നമുക്ക് ഓഫ് ആക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഓഫ് ആക്കുന്ന പരിപാടി ചെയ്യുമ്പോൾ ആനോഡ് വോൾട്ടേജ് റെഡ്യൂസസ് ടു 0 ആവുന്നവരെ കാത്തിരിക്കണോ. അത് കഴിഞ്ഞ് വരുന്ന പരിപാടി എന്താണ്? ഗേറ്റ് റിക്കവറി ടൈം ഉണ്ട്, റിവേഴ്സ് റിക്കവറി ടൈം ഉണ്ട്, ആനോഡ് കറണ്ട് റെഡ്യൂസസ് ടു 0 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മറ്റേ SCRനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കണം ഇവിടെ. അപ്പോൾ ആദ്യം അവിടെ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് റിക്കവറി ടൈം ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗേറ്റ് റിക്കവറി ടൈമും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ B ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം, ഗേറ്റ് റിക്കവറി ടൈമാണ്. അടുത്ത ചോദ്യം, പീക്ക് ഇൻവേഴ്സ് റേറ്റിംഗ് ഓഫ് എ ട്രയാക്ക് പീക്ക് ഇൻവേഴ്സ് റേറ്റിംഗ് ഓഫ് ട്രയാക്കും തൈറിസ്റ്ററും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സെയിം ആസ് ദാറ്റ് ഓഫ് തൈറിസ്റ്റർ ആണോ? അല്ല. ഗ്രേറ്റർ ദാൻ തൈറിസ്റ്റർ ആണോ? അല്ല. ഇൻഫീരിയർ ആൻഡ് വെരി മച്ച് ലെസ് ദാൻ തൈറിസ്റ്റർ ആണ്. ഓക്കെ, പീക്ക് ഇൻവേഴ്സ് റേറ്റിംഗ് എന്ന് പറയുന്ന ട്രയാക്കിൻ്റെ വളരെ കുറവായിരിക്കും തൈറിസ്റ്ററിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ. അടുത്തത്, the load voltage of a chopper can be controlled by varying the. അപ്പോൾ ചോപ്പറിൻ്റെ ലോഡ് വോൾട്ടേജ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഡ്യൂട്ടി സൈക്കിൾ മാറ്റിയിട്ടാണ് അല്ലേ. ഡ്യൂട്ടി സൈക്കിളിലാണോ, ഫയറിംഗ് ആംഗിൾ ആണോ, റിയാക്ടർ പൊസിഷൻ ആണോ, എക്സ്റ്റൻഷൻ ആംഗിൾ ആണോ? അപ്പോൾ ഡ്യൂട്ടി സൈക്കിളാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, a single phase full bridge inverter can operate in the load commutation mode in case load consists of. അപ്പോൾ ലോഡ് കമ്മ്യൂട്ടേഷൻ മോഡിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ ലോഡ് എന്തായിരിക്കണം? RLC ഓവർ ഡാംഡ് ആയിരിക്കണോ, RLC അണ്ടർ ഡാംഡ് ആയിരിക്കണോ? അതാണ് ഉത്തരം. RLC ക്രിട്ടിക്കലി ഡാംഡ് ആയിരിക്കണോ? അപ്പോൾ RLC അണ്ടർ ഡാംഡ് ആയിരിക്കണം. അതായത് ലോഡ് കമ്മ്യൂട്ടേഷൻ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന് ഓസിലേഷൻസ് ഉണ്ടാവണം എന്നാണ് പറയുക. ഓസിലേഷൻസ് ഇങ്ങനെ ഡാമ്പ് ചെയ്ത് വരണം. അപ്പോൾ അണ്ടർ ഡാംഡ് ആവുമ്പോൾ ഓസിലേഷൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലോഡ് RLC അണ്ടർ ഡാംഡ് ആണെങ്കിൽ ഇത് ലോഡ് കമ്മ്യൂട്ടേഷൻ മോഡിൽ വർക്ക് ചെയ്യും എന്നാണ് പറയുക. അടുത്തത്, ഡാഷ് ഇസ് യൂസ് ഫോർ ഗ്രോയിങ് NPN ഹെറ്ററോജംഗ്ഷൻ ഫോട്ടോ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഹെറ്ററോജംഗ്ഷൻ ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ എപ്പിടാക്സിയൽ ഗ്രോത്ത് ഒന്ന് ആലോചിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ നോക്കാം. ലിക്വിഡ് ഫേസ് ട്രാങ്കുലൈസേഴ്സ് ആണോ? അല്ല. ഹെറ്ററോ പോളാക്സ് ആണോ? അല്ല. സോളിഡ് സബ്സ്ട്രേറ്റ് ആണോ? അല്ല. ലിക്വിഡ് ഫേസ് സ്റ്റാറ്റാക്സിസ്, അതായത് ലിക്വിഡ് ഫേസ് എപ്പിസ്റ്റാറ്റാക്സിസ് ആണ് നമ്മളിവിടെ NPN ഹെറ്ററോജംഗ്ഷൻ ഫോട്ടോ ട്രാൻസിസ്റ്ററിന് ഉപയോഗിക്കുക. എപ്പിടാക്സിയൽ ഗ്രോത്ത് ആണത് ഉപയോഗിക്കുക കേട്ടോ. അടുത്തത്, the diode which emits a single wavelength coherent light. കോഹിറൻസ് സിംഗിൾ വേവ് ലെങ്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ലേസർ ഓർമ്മ വരണം. ഓക്കെ, LED ആണോ, ടണൽ ഡയോഡ് ആണോ, ലേസർ ആണോ, ഫോട്ടോ ഡയോഡ് ആണോ? ലേസർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം,
Which material in CRT glows when high energetic electrons strike its surface? അപ്പോൾ സിലിക്കൺ ആണോ? സിലിക്കണോ അല്ല, ജെർമേനിയോ അല്ല, നമുക്ക് ആദ്യം തന്നെ അറിയാം. അക്വഡാഗും ഫോസ്ഫറും തമ്മിലാണ് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ തിളങ്ങാൻ സാധ്യതയുള്ളത് എന്താണ്? ലൂമിനൻസ് ഉള്ളത് ഫോസ്ഫറിനല്ലേ, അപ്പോൾ ഫോസ്ഫറാണ് ഉത്തരം. അക്വഡാഗ് എന്താ സംഭവം? അതൊരു ഗ്രാഫൈറ്റ് കോട്ടിംഗ് ആണ് ഇതിന് വരുന്നത്. സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസ് ഒക്കെ കളക്ട് ചെയ്യുന്ന സാധനമാണ്. CRTക്കകത്ത് ഉള്ളത് തന്നെയാണ്, പക്ഷേ ഈ ഗ്ലോ ചെയ്യണ സംഭവം ഫോസ്ഫറാണ് കേട്ടോ. ഡി ഫോസ്ഫറാണ്. അടുത്ത ചോദ്യം. If a multimeter has a sensitivity of 500 ohm per volt and reads 50 volt full scale, its internal resistance will be. അപ്പോൾ സെൻസിറ്റിവിറ്റി, റെസിസ്റ്റൻസ്, ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്, internal resistance divided by ഫുൾ സ്കെയിൽ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ഓം പെർ വോൾട്ട് ആണ്. അത് ഫുൾ സ്കെയിൽ വോൾട്ടേജ് 50 വോൾട്ട് ആണ് റീഡ് ചെയ്യുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഇന്റേണൽ എത്രയായിരിക്കും? അപ്പോൾ ആർ ഇന്റേണൽ എന്ന് പറയുന്നത് 500 × 50. 500 × 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കിലോ ഓം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ബി ആണ് അവിടെ ആൻസർ. അടുത്ത ചോദ്യം. LCDs operate from a frequency ranges from. അപ്പോൾ LCD ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? 10 Hz to 60 Hz അല്ല, 50 Hz to 70 Hz അല്ല, 30 to 60 Hz ആണ്. ഓക്കെ, 30 to 60 Hz എന്ന് ഓർത്തു വയ്ക്കുക, LCD ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച്. അടുത്ത ചോദ്യം. റേറ്റ് ഇഫക്റ്റ് ഇൻ സിലിക്കൺ കൺട്രോൾഡ് സ്വിച്ച് SCS is caused by. അപ്പോൾ എന്തോ ഒരു കപ്പാസിറ്റൻസ് കാരണമാണ് SCSൽ ഒരു റേറ്റ് ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അതെന്ത് കാരണമാണെന്നാണ് ചോദിക്കുന്നത്. ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ആണോ, ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ആണോ, ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ആണോ, അതോ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആണോ എന്നാണ് ചോദ്യം. ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം. ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. IGBTയും BJTയും തമ്മിൽ കമ്പയർ ചെയ്യണേ. IGBTs ഹാവ് ഹയർ സ്വിച്ചിങ് ലോസസ് ആസ് കമ്പയർഡ് ടു BJT. അല്ല അല്ലേ? അത് നമുക്ക് ആദ്യമേ അറിയാം. IGBTക്ക് ലോവർ സ്വിച്ചിങ് ലോസ് ആണ് ഉണ്ടാവുക, BJTക്കാണ് നല്ല സ്വിച്ചിങ് ലോസ് ഉണ്ടാവുക. ഓക്കെ, അതൊന്നും അത്ര സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സാധനം അല്ല BJT ഒന്നും. ഇനി IGBTs ഹാവ് സെക്കൻഡറി ബ്രേക്ക് ഡൗൺ പ്രോബ്ലംസ്. ഈ സെക്കൻഡറി ബ്രേക്ക് ഡൗൺ പ്രോബ്ലം കുറച്ചൊക്കെ ഉണ്ടാവും IGBTക്ക്, പക്ഷേ BJTക്കാണ് അത് മെയിൻ ആയിട്ട് ഉണ്ടാവുക, സെക്കൻഡറി ബ്രേക്ക് ഡൗൺ പ്രോബ്ലം. ഇറ്റ് ഹാസ് ലോവർ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ്. അത് ശരിയാ, IGBTക്ക് ഗേറ്റ് ഡ്രൈവ് ചെറുത് കൊടുത്താലും അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യും. അപ്പോൾ IGBT ഹാവ് ലോവർ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ്. IGBTs ആർ കറണ്ട് കൺട്രോൾഡ് അല്ല, IGBT വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. കറണ്ട് കൺട്രോൾഡ് BJT ആണ്. ഓക്കെ, അപ്പോൾ IGBT ഹാസ് ലോവർ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. Photovoltaic devices in the form of thin films which absorb and convert sunlight into electricities. ഈ ഡിവൈസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കാഡ്മിയം ടെല്ലുറോയിഡ് ആണ് ഈ ഫോട്ടോവോൾട്ടിക് ഡിവൈസസിൽ ഉപയോഗിക്കുക കേട്ടോ. കാഡ്മിയം ഓക്സൈഡ് അല്ല, കാഡ്മിയം സൾഫൈഡ് അല്ല, കാഡ്മിയം സൾഫേറ്റും അല്ല, കാഡ്മിയം ടെല്ലുറോയിഡ് ആണ് നമ്മൾ ഫോട്ടോവോൾട്ടിക് ഡിവൈസസിൽ. അതായത് അതെന്താ ചെയ്യുക? അത് സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അടുത്ത ചോദ്യം. A light dependent resistor is basically. അപ്പോൾ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ എന്താണ്? LDR എന്താണെന്നാണ് ചോദിക്കുന്നത്. പവർ റെസിസ്റ്റർ ആയിരിക്കുമോ? അല്ല, പവർ റെസിസ്റ്റർ ഒന്നും ആയിരിക്കില്ല. നോൺ മെറ്റാലിക് ആയിരിക്കുമോ? കാർബൺ റെസിസ്റ്റർ ആയിരിക്കുമോ? വേരിയബിൾ റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്തൊക്കെയാവാം? തെർമിസ്റ്റർ ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ്, അതേപോലെ LDR ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഓക്കെ, അതായത് റെസിസ്റ്റൻസ് അല്ലേ മാറുന്നത്, ടെമ്പറേച്ചർ വരുമ്പോൾ റെസിസ്റ്റൻസ് മാറുന്നത് തെർമിസ്റ്റർ, ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് മാറുന്നത് LDR. ഓക്കെ, അതൊക്കെ വേരിയബിൾ ആണ്. ഫിക്സഡിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? അതിലാണ് നമ്മൾ കാർബൺ റെസിസ്റ്റർ, പിന്നെ കാർബൺ കോമ്പോസിഷൻ, അതേപോലെ തന്നെ തിൻ ഫിലിം, തിക്ക് ഫിലിം, മെറ്റാലിക് റെസിസ്റ്റർ, നോൺ മെറ്റാലിക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസും പിന്നെ മാത്സ് ഉൾപ്പെടാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചില ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്നോ രണ്ടെണ്ണോ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ബാക്കി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ഈ ഡിസ്കഷനിൽ. അപ്പോൾ 75 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ താങ്ക് യു, എല്ലാവരും നല്ലോണം പഠിക്കുക.